മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. Morning, sir. Good morning, sir. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നലെ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണ് പഠിച്ചത്. അപ്പൊ വേരിയസ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ്. അപ്പൊ എല്ലാവരും പുസ്തകം അടച്ചു വെച്ച് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ആവണി, Sir. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീച്ചിങ് ഇമ്പ്യൂരിറ്റീസിനെ വാഷ് ചെയ്ത് കളയുന്നതാണോ? അതാണോ ലീച്ചിങ്? അറിയില്ല സർ. പഠിച്ചില്ലല്ലോ ആവണി. ഇല്ല. ഓക്കെ, അഫ്സർ സാർ, എന്താ ലീച്ചിങ്? ഓറിനെ സ്യൂട്ടബിൾ സോൾവെന്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ ഓറിനെ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ ഓർ അതിന്റെ അകത്ത് ഡിസോൾവ് ആവുകയും ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവാതെ വരികയും ചെയ്യും. ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മാറ്റുകയും ഓറിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. ഒന്നോടെ നമ്മൾ അതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതിനെയാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഫ്സറിനോട് ഒരു ചോദ്യോടെ, ഈ ലീച്ചിങ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ഓറുണ്ട്. അത് ആരുടെ ഓറാണ്? ഏത് ഓറാണ്? ഏത് മെറ്റലിന്റെ ഓറാണ് ലീച്ചിങ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്? ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏത് മെറ്റലിന്റെ ഓറാണ്? അലൂമിനിയം. അലൂമിനിയം. ഓക്കെ, ശരി. ഒരാളോടുണ്ട് നുസ്രിൻ. സാർ, ഞാൻ ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. മുദ്ദസിർ, സാർ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിപ്രസന്റ് ഇൻ ഫ്രോത്ത് പ്രൊട്ടക്ഷൻ? ഡിപ്രസന്റ് അതായത് രണ്ട് ഓറുണ്ടെങ്കിൽ, രണ്ട് സൾഫൈഡ് ഓറുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെയും പൊങ്ങാൻ നേരത്തെ ഈ ഡിപ്രസന്റ് ഒരെണ്ണത്തിന് അടി തന്നെ കിടക്കും. ഫ്രോത്തിന്റെ ഒപ്പം മേളിലോട്ട് പൊങ്ങാൻ സമ്മതിക്കൂല. ഫ്രോത്തിന്റെ ഒപ്പം മേളിലേക്ക് വരാനായിട്ട് ഒരു ഓറിനെ സമ്മതിക്കാതിരിക്കുകയും മറ്റേ ഓറിനെ ഫ്രോത്തിന്റെ കൂടെ വരാനായിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നയാളെ അതിനെയാണ് നമ്മൾ ഡിപ്രസന്റ്. അപ്പൊ ഈ ലെഡ് സൾഫൈഡും സിങ്ക് സൾഫൈഡും ഉപയോഗിക്കുമ്പോൾ ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ലെഡ് സൾഫൈഡും സിങ്ക് സൾഫൈഡും അതിനകത്ത് ഡിപ്രസന്റ് ഏതാണോ?
താന്നോണ മെറ്റീരിയൽ ഏതാന്നാണോ? ആ അല്ലല്ല, ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? പ്രസന്റ് ആയിട്ട് ഉപയോഗിക്കണത് ഓർക്കുള്ളത് അതൊന്നോടെ ഒന്ന് പഠിച്ചോ പോയി. സോഡിയം സയനൈഡ് കേട്ടോ, NaCN. സോഡിയം സയനൈഡ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം പേരൊന്നും എഴുതുന്നില്ല. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരു മെറ്റലിനെ നമ്മൾ ഇങ്ങനെ എന്താണ് ഏറ്റവും ഫൈൻ മെറ്റൽ ആയിട്ട് മാറ്റാൻ പോവാണ്. നമ്മളുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ എന്താണ് ഓക്സൈഡോ കാർബണേറ്റോ സൾഫൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അലൂമിനിയത്തിന്റെ ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്, അയണിന്റെ ആണെങ്കിൽ അയൺ സൾഫൈഡ്, അയൺ ഓക്സൈഡ്, പിന്നെ കാർബണേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നാണ് വിളിക്കുന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് കളയുക എന്നുള്ളതേ ഉള്ളൂ. ഇമ്പ്യൂരിറ്റീസിനെ പുറത്തോട്ട് ഒഴുക്കി കളയുക. അതിപ്പോ ഇമ്പ്യൂരിറ്റീസിനെ എങ്ങനെയെങ്കിലും കളയുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ടും 4 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് 4 മെത്തേഡ്? ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ്, ഒന്ന് ഹൈഡ്രോളിക് വാഷിംഗ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ്, മൂന്നാമത്തെ മെത്തേഡാണ്, സ്റ്റെപ്പ് അല്ല, മൂന്നാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. നാലാമത്തെ മെത്തേഡാണ് ലീച്ചിങ് മെത്തേഡ്. അപ്പൊ ഒരു ഓറിലേക്ക് നമ്മൾ ഈ 4 മെത്തേഡുകൾ ചെയ്തൊന്നും വേണ്ട. ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്ത് നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ കളയുക. അതിപ്പോ നമ്മൾ ഓറിന്റെ പ്രത്യേകത അനുസരിച്ച്, അപ്പൊ നമ്മുടെ ഓർ എങ്ങനെയാണ്, എങ്ങനത്തെ ഓറാണെന്നൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയുള്ളതാണെന്ന് അനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെന്നും സെലക്ട് ചെയ്യുന്നത്. പിന്നത്തെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. അതായത് നമുക്കിപ്പോ ഇവിടുന്ന് ഏതാണ് നമ്മളുടെ കോൺസെൻട്രേറ്റഡ് ഓർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റി കളഞ്ഞേ ഉള്ളൂ. ഇപ്പോഴും അതിനകത്തൊന്നും നമ്മളെ മെറ്റലിനെ വേർതിരിച്ചിട്ടില്ല അല്ലെ. ഓറിൽ നിന്ന് ജസ്റ്റ് ഇമ്പ്യൂരിറ്റീസിനെ കളഞ്ഞു. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞത്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഓർ തന്നെയാണ് ഇരിക്കുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൾഫൈഡ് ആവാം, കാർബണേറ്റ് ആവാം, സൾഫേറ്റ് ആവാം, ക്ലോറൈഡ് ആവാം, ഓക്സൈഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഓർ. ഈ ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രമായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനും ഈ പറഞ്ഞ മാതിരി 2 സ്റ്റെപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് കൺവേർഷൻ ടു ഓക്സൈഡ്. എന്താണ്? കൺവേർഷൻ ഓഫ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ്. ഈ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതായത് ഈ കോൺസെൻട്രേഷൻ വഴി കിട്ടിയ ഈ ഓറിനെ നമ്മൾ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ തന്നെ വീണ്ടും 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ സാധനത്തിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അത് ഏതൊക്കെയാണ് 2 മെത്തേഡ്? നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഏതൊക്കെ 2 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാധനത്തിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്? ആ മെത്തേഡാണ് ഒന്ന് കാൽസിനേഷൻ. എന്താണ്? കാൽസിനേഷൻ മെത്തേഡും രണ്ടാമത്തതാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് മെത്തേഡും. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓറിനെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു ഓറ് നമുക്ക് കോൺസെൻട്രേറ്റഡ് ഓറ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഒന്ന് കാൽസിനേഷൻ, 2 റോസ്റ്റിംഗ്. ഇനി ഇങ്ങനെ ഓക്സൈഡ് ആക്കി മാറ്റിയതിന് ശേഷം ആ ഓക്സൈഡിൽ നിന്നാണ് നമ്മൾ മെറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിഡക്ഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് ടു മെറ്റൽ ആക്കി മാറ്റുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് 2 സ്റ്റെപ്പ് വഴിയാണ്. ആദ്യം എന്ത് ചെയ്യും? ഓറിനെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റും. എന്നിട്ട് ആ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആക്കി മാറ്റും. ഇതാണ് 2. ഇനി ആ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ തന്നെ 2 മെത്തേഡ് ഉണ്ട്. അതാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. മനസ്സിലായോ? ഇനി എന്താണ് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം? അതാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നോക്ക്, കാൽസിനേഷനിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുവാണ്. റോസ്റ്റിംഗിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുകയാണ്. പക്ഷെ അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാൽസിനേഷൻ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, അതായത് എയറിന്റെ ആബ്സെൻസിൽ, അതായത് ഒത്തിരി എയർ കൊടുക്കാണ്ടാണ് നമ്മൾ വസ്തുവിനെ ചൂടാക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ
ഓർ എന്തായിട്ട് മാറും? അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ ഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, എയറിന്റെ ലിമിറ്റഡ് സപ്ലൈയിലാണ് നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഓർ ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് കാൽസിനേഷൻ. അതിന്റെ കുറച്ച് എക്സാമ്പിൾ പഠിക്കുക. രണ്ടാമത്തത് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് അപ്പൊ എന്തായിരിക്കും? എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ധാരാളം എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. റോസ്റ്റിംഗ് സാധാരണ ചെയ്യുന്നത് സൾഫൈഡ് ഓറുകൾക്കാണ്. എന്ത് ഓറുകൾക്കാണ്? സൾഫൈഡ് ഓറുകൾക്കാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യാറ്. ഇതാണ് കാൽസിനേഷൻ റോസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം. എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ? ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഓറിനെ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. മറ്റേടത്ത് ധാരാളം എയറിന്റെ പ്രസൻസിൽ ഓറിനെ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം. അഫിമോൾ ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത് ഇന്നലെ എവിടം വരെ എഴുതി നിർത്തിയതെന്നൊന്ന് പറയാമോ? കാൽസിനേഷൻ എഴുതിയിട്ട് ZnCO3യുടെയും Fe2O3.XH2O ആ രണ്ട് ഇക്വേഷൻ എഴുതി. അപ്പൊ കാൽസിനേഷൻ അത്രേ ഉള്ളൂ. അപ്പൊ കാൽസിനേഷൻ എന്താണെന്ന് അഫിമോൾ ഒന്ന് വായിച്ചേ, അതിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചേ. Here the ore is heated in limited supply of air. It is used for the conversion of carbonate and hydroxide to its oxide. അപ്പൊ കാർബണേറ്റുകളെയും ഹൈഡ്രോക്സൈഡുകളെയും അങ്ങനത്തെ ഓറുകൾ, കാർബണേറ്റ് ഓറും ഹൈഡ്രോക്സൈഡ് ഓറും, ഈ രണ്ട് ഓറിനെയും ഓക്സൈഡ് ആക്കി മാറ്റാനാണ് കാൽസിനേഷൻ പ്രോസസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ഏതൊക്കെ ഓറുകളെയാണ്? ഒന്നെങ്കിൽ കാർബണേറ്റ് ഓറ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ഓർ. ഈ രണ്ട് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാൽസിനേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ അടുത്തത് നിങ്ങൾ രണ്ടാമത്തെ അതിൻ്റെ അകത്തെ തന്നെ ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾ റോസ്റ്റിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. ബി എന്ന് എഴുതുക, റോസ്റ്റിംഗ് എന്ന് എഴുതുക. ഇതുപോലെ ബി റോസ്റ്റിംഗ്, ROASTING റോസ്റ്റിംഗ് എന്നിട്ട് എഴുതിക്കോ. ഇൻ ദിസ് മെത്തേഡ് കോമ the ore is heated in a regular supply of air below its melting point. ഈ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓറിനെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ അനുവദിക്കില്ല, അത്രയും ചൂടാക്കില്ല നമ്മൾ. ഓറിങ്ങനെ ചൂടാക്കി അത് മെൽറ്റ് ചെയ്ത് ഉരുകി പോകാൻ സമ്മതിക്കരുത്. ഉരുകണതിന് മുമ്പ് അതിന്റെ താഴെയുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാവുള്ളൂ. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റെഗുലർ സപ്ലൈ ഓഫ് എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാവുള്ളൂ. മെൽറ്റിംഗ് പോയിന്റ് വരെ എത്തിക്കുകയും ചെയ്യരുത്. ഇതാണ് നമ്മൾ റോസ്റ്റിംഗിൽ ചെയ്യുന്നത്. ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഫുൾ സ്റ്റോപ്പ്. It is used for the conversion of sulfide ore, sulfate അല്ലാട്ടോ sulfide ores into its oxide. അതിന്റെ എക്സാമ്പിൾ താഴെ എഴുതി വെച്ചോളൂ. അപ്പൊ സൾഫൈഡ് ഓർ എന്നല്ല പറഞ്ഞപ്പോ കുറെ സൾഫൈഡ് ഓറുകളുടെ എക്സാമ്പിൾ എഴുതി വെക്കുക. 2ZnS സിങ്ക് സൾഫൈഡ് പ്ലസ് 3O2. നമ്മൾ ഓക്സിജന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. 3O2. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 2ZnO പ്ലസ് സൾഫർ ഡയോക്സൈഡ്, 2 സൾഫർ ഡയോക്സൈഡ്. വേറൊരു എക്സാമ്പിൾ ആണ് 2PbS ലെഡ് സൾഫൈഡ് പ്ലസ് 3, എല്ലാ ഇക്വേഷനും ഒരുപോലെ തന്നെ 3O2 is 2PbO plus 2SO2. ഇതൊക്കെയാണ് റോസ്റ്റിംഗിന്റെ എക്സാമ്പിൾ. എന്നിട്ട് എഴുതുക the SO2 produced here the SO2 produced here is used in the manufacture of
is used in the manufacture of sulfuric acid. Is used in the manufacture of sulfuric acid. Sulfuric acid. സാർ ഒന്നോടെ പറയാ സെന്റൻസ്. ഏതാ ലാസ്റ്റ് സെന്റൻസ് ആ? The SO2 produced here is used in the manufacture of sulfuric acid. Sulfuric acid. അതായത് ഇവിടെ ഉണ്ടായിരിക്കണ ഈ SO2 ഉണ്ടല്ലോ, SO2 ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാമെന്ന്. അതൊരു അഡീഷണൽ പോയിന്റ് ആണ്, വേണമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും ഈ ബോർഡിലോട്ട് നോക്കിക്കേ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് എഴുതിയിരിക്കുന്നതിലെ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ്, കൺവേർഷൻ ഓഫ് ഓക്സൈഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇത് മാത്രമല്ലല്ലോ ഉള്ളൂ, ഇനി മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണ്ടേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ടേ ഉള്ളൂ. കാൽസിനേഷനും റോസ്റ്റിംഗും വഴി നമ്മൾ എന്താ ചെയ്തത്? ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ, ഈ ഓറിനെ നമ്മൾ എന്താക്കി മാറ്റി? ഓക്സൈഡ് ആക്കി മാറ്റി. ഇനി ആ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ആക്കി മാറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ 2 എന്ന് എഴുതുക എല്ലാവരും. കൺവേർഷൻ ഓഫ് ഓക്സൈഡ് എന്നുള്ളത് നിങ്ങൾ 1 എന്നല്ല എഴുതിയത്, അപ്പൊ ഇത് 2 എന്ന് എഴുതുക. 2 എന്ന് എഴുതിയിട്ട് ഇത് ഇങ്ങനെ എഴുതുക, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ എന്ന് എഴുതുക. അങ്ങനത്തെ ഹെഡിങ് കൊടുക്കുക, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. ഓക്സൈഡിനെ നമ്മൾ മെറ്റൽ ആക്കി മാറ്റാൻ പോവാണ്. അതിനുവേണ്ടി എന്താ ചെയ്യണേന്ന് നിങ്ങൾ നോക്കി. എപ്പോ എഴുതാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? മെറ്റൽ ഓക്സൈഡ് ആണ് അല്ലെ. രണ്ടാമത്തെ പ്രോസസ് ആണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളുക. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മെറ്റൽ ഓക്സൈഡ്. ഞാൻ മെറ്റൽ ഓക്സൈഡിനെ ഞാൻ MxOy എന്ന് എഴുതി. മെറ്റൽ ഓക്സൈഡ് MxOy എന്ന് എഴുതി മെറ്റൽ ഓക്സൈഡിനെ. ഈ മെറ്റൽ ഓക്സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു റെഡ്യൂസിങ് ഏജന്റ്, ഈ Y തന്നെ, ഈ ഓക്സിജൻ എന്തോരം ഉണ്ടോ അത്രയും തന്നെ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾ എന്നേ അർത്ഥമുള്ളൂ. എന്താണ്? മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനെ റിമൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മെറ്റൽ ഓക്സൈഡിനെ റിഡക്ഷന് സഹായിക്കുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, അപ്പോ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ കളയുക. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ കളഞ്ഞാൽ പിന്നെ ബാക്കി ആരുള്ള മെറ്റൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ മെറ്റൽ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ കളയാൻ സഹായിക്കുന്ന ആളാരാണ്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ. അപ്പൊ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ ഉപയോഗിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കോ. ഈ മെറ്റൽ ഓക്സൈഡിൽ Y, ഓക്സിജന്റെ എണ്ണം എത്രയാണ്? Y. ഇവിടെ കാർബണിന്റെ എണ്ണം എത്രയാണ്? Y. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Y എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് കിട്ടും. അതായത് കാർബൺ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ അങ്ങ് എടുക്കും. അപ്പൊ Y എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് കിട്ടും. പിന്നെ നമുക്ക് ബാക്കി X എമൗണ്ട് ഓഫ് മെറ്റൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ നമുക്ക് മെറ്റലിനെ വേർതിരിച്ചെടുക്കാം. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മള് ഒരു റെഡ്യൂസിങ് ഏജന്റ് അപ്ലൈ ചെയ്തു. റെഡ്യൂസിങ് ഏജന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്തു? മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുത്തു, മെറ്റലിനെ മാത്രമാക്കി മാറ്റി. ഇതാണ് റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽ. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എന്നാ എഴുതിക്കോളുക, റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഇത് ഒരു പേരോട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചുമ്മാ ഇങ്ങനെ ആഡ് ചെയ്താൽ പോലെ ഹീറ്റ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. നമ്മൾ ഹീറ്റ് ചെയ്യുകയും കൂടെ വേണം, അപ്പൊ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. Here the metal oxide is heated with a suitable reducing agent. Like C, carbon.
suitable reducing agent like C, comma CO, carbon monoxide CO, C മാത്രമല്ല CO ഉപയോഗിക്കാം നമുക്ക്. C, comma CO or another metal. അത് മറ്റു മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. or another metal. Full stop. The reducing agent combines with the oxygen of metal oxide. Combines with the oxygen of metal oxide. ഇനി ഞാൻ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ, ചുവന്ന കളറിൽ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക താഴെ. ഇനി നിങ്ങളിവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കുക. ഇപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ കണ്ടോ? ഈ റിയാക്ഷനിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷനിൽ മെറ്റൽ ഓക്സൈഡ്, അബീനയുടെയും അനക്കയുടെയും വീഡിയോ ഓഫ് ആണ് കേട്ടോ, സാമുവലിന്റെയും മെഹബൂബയുടെയും. അപ്പോ ഇപ്പൊ എഴുതിയിരിക്കുന്ന റിയാക്ഷനിൽ മെറ്റൽ ഓക്സൈഡ് കണ്ടോ? ഈ മെറ്റൽ ഓക്സൈഡ് ഏത് മെറ്റൽ ഓക്സൈഡ് വേണമെങ്കിലും ആവാലോ. അയൺ ഓക്സൈഡ് ആവാം, അലുമിനിയം ഓക്സൈഡ് ആവാം, കോപ്പർ ഓക്സൈഡ് ആവാം, സിങ്ക് ഓക്സൈഡ് ആവാം, അങ്ങനെ ഏത് മെറ്റൽ ഓക്സൈഡ് വേണമെങ്കിലും ആവാം. അപ്പൊ നമുക്ക് ചില മെറ്റൽ ഓക്സൈഡിനെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, എന്നാൽ ചില മെറ്റൽ ഓക്സൈഡിനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളിപ്പോ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടല്ലേ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലത് പെട്ടെന്ന് തന്നെ റെഡ്യൂസ്ഡ് ആവും, എന്നാൽ ചില മെറ്റൽ ഓക്സൈഡ് പെട്ടെന്ന് റെഡ്യൂസ്ഡ് ആവില്ല. അങ്ങനത്തെ മെറ്റൽ ഓക്സൈഡ് ഉണ്ട്. ഈ രണ്ട് കേസിലും, അതായത് ഇപ്പൊ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ആയാലും കൊള്ളാം, പെട്ടെന്ന് റെഡ്യൂസ് ആയില്ലെങ്കിലും, ഈ രണ്ട് കേസിലും നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹീറ്റ് ചെയ്യേണ്ടി വരും. ഹീറ്റ് ചെയ്താൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഞാനിപ്പോ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യണം. അപ്പൊ എത്രമാത്രം ഹീറ്റ് ചെയ്യണം എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാന്ന് വിചാരിക്കുക. അതായത് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മളിവിടെ ടെമ്പറേച്ചർ എത്രമാത്രം വേരി ചെയ്യണം, എത്രമാത്രം ഹീറ്റ് കൊടുത്താൽ മെറ്റൽ ഓക്സൈഡിനെ നമുക്ക് മെറ്റലാക്കി മാറ്റാം എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ പൈറോ മെറ്റലർജി എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? പൈറോ മെറ്റലർജി. അപ്പൊ പൈറോ മെറ്റലർജി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതായത് ഒരു മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുമ്പോൾ നമ്മൾ അവിടെ എത്രമാത്രം ടെമ്പറേച്ചർ വേരി ചെയ്യണം, എത്രമാത്രം ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താൽ, അല്ലെ നമ്മൾ ഹീറ്റ് ചെയ്താലല്ലേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ എത്രമാത്രം വേരി ചെയ്താൽ നമുക്ക് മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൈറോ മെറ്റലർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എല്ലാവരും. ഇതുപോലെ ഒരു ഹെഡിങ് കൊടുത്താൽ മതി, പൈറോ മെറ്റലർജി, എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിയാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ. Some metal oxides can be easily reduced. Some metal oxides can be easily reduced while some others are very difficult to reduce. Full stop.
the study of variation in the temperature requirements. The study of variation in the temperature requirements. Temperature requirements for a thermal reduction process. For a thermal reduction process. Is called pyrometallurgy. ഒന്നൂടെ വായിക്കാം. The variation of temperature, the variation, എന്താ എഴുതിയത് അഫ്മോളെ ഒന്നൂടെ വായിച്ചത്? The variation, The study of variation in temperature requirement for a thermal reduction process is called pyrometallurgy. Study of variation in the variation in the thermal requirement. അത് നമ്മൾ ടെമ്പറേച്ചർ എത്രമാത്രമൊക്കെ മാറ്റിയാൽ ഈ റിയാക്ഷൻ നടക്കും എന്ന് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൈറോമെറ്റലർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതോടുകൂടി നമ്മളുടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. അപ്പൊ ഈ ബോർഡിലോട്ട് എല്ലാവരും നോക്കൂ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് കഴിഞ്ഞു? സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പോടെയല്ലേ ഉള്ളൂ. ഏതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ എഴുതുവാണ്. തേർഡ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫൈനിങ്. എന്താണ്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതുക റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എല്ലിംഗാം ഡയഗ്രം എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അത് റിഫൈനിങ് കഴിഞ്ഞിട്ടേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് റിഫൈനിങ് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തെർമോഡൈനാമിക് പ്രിൻസിപ്പിളിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും റിഫൈനിങ് ഓഫ് മെറ്റൽസ് കിട്ടും. കാരണം ഇത് ഈ എക്സ്ട്രാക്ഷന്റെ പ്രോസസ് ഒറ്റയടിക്ക് പഠിക്കുക നല്ലത്. റിഫൈനിങ് ഓഫ് മെറ്റൽസ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ റിഫൈനിങ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എഴുതി തരേണ്ട ആവശ്യമില്ല. പുസ്തകത്തിൽ തന്നെ നല്ല വൃത്തിയായിട്ട് അടയാളപ്പെടുത്താനുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് റിഫൈനിങ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പുസ്തകത്തിൽ തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടെ നോക്കി പഠിക്കില്ല. അപ്പൊ പുസ്തകത്തിൽ എല്ലാവരും റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ട്, അത് എടുക്കുക. എല്ലാവരും റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നുള്ള ഭാഗം പുസ്തകത്തിൽ എടുക്കുക. 6.7 ആ ചാപ്റ്ററിന്റെ അവസാനത്തെ സാധനമാണത്. 6.7 റിഫൈനിങ് ഓഫ് മെറ്റൽസ്. എഴുതിയോ? എടുത്തോ എല്ലാരും? റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നുള്ള ഭാഗം എടുത്തോ? 6.7 എടുത്തോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡിൽ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എഴുതി വെക്കുക. റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നുള്ള എടുത്ത് the process of മാളവിക കണ്ടില്ലേ റിഫൈനിങ് എവിടെയാണെന്ന്? എഴുതിക്കോ. The process of purifying the crude metal obtained by extraction. The process of purifying the crude metal obtained by extraction is called refining. അപ്പൊ നിങ്ങൾ നോക്കിക്കേ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? കാൽസിനേഷനും റോസ്റ്റിങ്ങും വെച്ചിട്ട് എന്ത് ചെയ്തു? ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റി.
എന്നിട്ട് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് ആ ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുത്തു അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്നാ പിന്നെ അവിടെ വെച്ചങ്ങ് നിർത്തിയാൽ പോരെ, മെറ്റൽ കിട്ടിയില്ലോ. മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ പരിപാടി. മെറ്റൽ കിട്ടിയില്ലോ അല്ലെ? റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് മെറ്റൽ കിട്ടി, എന്നാ പിന്നെ അവിടെ വെച്ചങ്ങ് നിർത്തിയാൽ പോരെന്നായിരിക്കും. പക്ഷെ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ആ കിട്ടിയ മെറ്റലിനെ നമ്മൾ ക്രൂഡ് മെറ്റൽ എന്നാണ് വിളിക്കുന്നത്. എന്ത് മെറ്റൽ എന്നാണ് വിളിക്കുന്നത്? അത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ വഴി കിട്ടുന്ന മെറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്രൂഡ് മെറ്റൽ. എന്താ ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്താ? ക്രൂഡ് മെറ്റലിന് മലയാളം അസംസ്കൃത ലോഹം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? അസംസ്കൃത ലോഹം എന്ന് പറയും. എന്താണ് ഈ അസംസ്കൃത ലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംസ്കരിക്കപ്പെടാത്തത് അല്ലെ? ഒറ്റ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം, സംസ്കരിക്കപ്പെടാത്ത ലോഹം. സംസ്കരിക്കപ്പെടാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അകത്ത് ഇപ്പോഴും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കാണുന്നു എന്നാണ് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം. കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഇനിയും കാണും അതിന്റെ അകത്ത്. നമ്മൾ ഇത്രയൊക്കെ പരിപാടി ചെയ്തെങ്കിലും, സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ഒക്കെ ചെയ്തെങ്കിലും ഇനിയും സംസ്കരിക്കപ്പെടാതെ കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. അതിനെയും കൂടെ കളയുമ്പോഴാണ് അതൊരു പ്യുവർ മെറ്റൽ ആയിട്ട് മാറുന്നത്. വളരെ വളരെ ശുദ്ധമായ ഒരു ലോഹമായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റിഫൈനിങ്ങും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് വളരെ ശുദ്ധമായ ലോഹം നമുക്ക് കിട്ടുന്നത്. അയണാണ് കിട്ടുന്നതെങ്കിൽ ശുദ്ധമായ ഇരുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? റിഫൈനിങ് വഴിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ റിഫൈൻഡ് ഓയിൽ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നു റിഫൈൻഡ് ഓയിൽ അല്ലെ? കേട്ടിട്ടില്ലേ റിഫൈൻഡ് ഓയിൽ? എന്താ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ? ക്രൂഡ് ഓയിൽ എന്നും കേട്ടിട്ടുണ്ടാവും അല്ലെ? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു അല്ലെ? ക്രൂഡ് ഓയിലിന്റെ വില കൂടിയിരുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അസംസ്കൃത എണ്ണ, അതിനെയാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് വിളിക്കുന്നത്. എന്താണ് അസംസ്കൃത എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അതിൻ്റെ അകത്ത് കുറെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെയാണ്. ക്രൂഡ് ഓയിൽ മേടിച്ച് പപ്പടം കാച്ചി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ വടിയാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ക്രൂഡ് ഓയിൽ വെച്ച് നമ്മളൊന്നും ചെയ്യാറില്ല. അതിൽ നിന്ന് നമ്മൾ പല പല സാധനങ്ങൾ വേർതിരിച്ചെടുക്കും. കുറെ പെട്രോളാക്കി മാറ്റും, കുറെ ഡീസലാക്കി മാറ്റും. അത് ചെയ്യുന്ന കമ്പനികളാണ് ഈ എന്താണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസ്. ഈ കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രോസസ്സ് ചെയ്യുന്നത്, ഈ റിഫൈനിങ് പ്രോസസ്. ഇപ്പൊ നമ്മൾ കാണാറില്ലേ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതായത് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ കുറെ കമ്പനികളിൽ, ഇന്ത്യൻ ഓയിൽ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്രൂഡ് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്ത് കുറെയൊക്കെ പെട്രോളാക്കി മാറ്റും, കുറെ മണ്ണെണ്ണയാക്കി മാറ്റും, കുറെ ഡീസലാക്കി മാറ്റും, കുറെ വേറെ എന്തെങ്കിലും അങ്ങനെ പല 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 സാധനങ്ങളാക്കി മാറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫൈനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ മെറ്റലിനെയും ഈ പരിപാടി ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് വഴി നമുക്ക് കിട്ടിയ മെറ്റൽ ക്രൂഡ് മെറ്റലാണ്, അസംസ്കൃത മെറ്റലാണ് നമുക്ക് കിട്ടിയത്, അസംസ്കൃത ലോഹമാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? റിഫൈൻ ചെയ്യാൻ പോവാണ്, ശുദ്ധമാക്കാൻ പോവാണ്. അപ്പൊ ശുദ്ധീകരണം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം റിഫൈനിങ്ങിനെ. എന്താണ് ശുദ്ധീകരണ പ്രക്രിയ? നമ്മൾ ശുദ്ധീകരിക്കുകയാണ്, മെറ്റലിനെ കുറച്ചും കൂടെ ശുദ്ധീകരിക്കാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല പല ടെക്നിക്കുകളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മെറ്റലിനെ ശുദ്ധീകരിക്കാം? നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ആദ്യത്തെ ടെക്നിക്ക്, ഞാൻ ടെക്നിക്ക് പറയുന്നു പുസ്തകത്തിൽ, അത് കഴിഞ്ഞിട്ട് അടയാളപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടെക്നിക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പല ടെക്നിക്കും ഉപയോഗിക്കേണ്ടി വരും പരീക്ഷയ്ക്ക് ഇത് എഴുതാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ അല്ലേ ചെറിയ സ്ട്രിപ്പ് ഓഫ് പേപ്പറിൽ എഴുതുക, പാന്റിന്റെ ഇടയിൽ തിരിക, ഷർട്ടിന്റെ ഇടയിൽ തിരിക, ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ മൂലം പരീക്ഷ പാസ്സാവേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, പിന്നെ ഒന്നാമത്തെ ടെക്നിക്കാണ് ഫസ്റ്റ് ടെക്നിക്ക്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ. റിഫൈനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്ന് പറയാൻ പാടില്ല കേട്ടോ, സ്റ്റെപ്പ് അല്ല, ഒന്നാമത്തെ പ്രോസസ്സ്. അതായത് സ്റ്റെപ്പും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം എന്നാ ഫിമോള? സ്റ്റെപ്പും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. റിഫൈനിങ്ങിന്റെ പല സ്റ്റെപ്പുകൾ, റിഫൈനിങ്ങിന്റെ പല പ്രോസസ്സുകൾ എന്ന് പറയുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പല സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഒരു കാര്യത്തിൽ തന്നെ ഇതായിരിക്കും. പല സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യേണ്ടി വരും. സ്റ്റെപ്പ് 1 ചെയ്തിട്ട് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടി വരും, പിന്നെ സ്റ്റെപ്പ് 3 ചെയ്യേണ്ടി വരും, പിന്നെ സ്റ്റെപ്പ് 4 അങ്ങനെ ചെയ്യേണ്ടി വരും. ഇത് പല പ്രോസസ്സുകളാണ്. അപ്പൊ ഡിസ്റ്റിലേഷൻ തന്നെ എല്ലാ മെറ്റലിനും ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ മെറ്റലും ഡിസ്റ്റിലേറ്റ് ചെയ്താലാണ് റിഫൈൻഡ് ആവുള്ളൂ എന്നൊന്നുമില്ല. ഇത് ഒരു പ്രോസസ്സാണ്. റിഫൈനിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. ഈ പ്രോസസ്സ് വഴി കുറെയൊക്കെ മെറ്റൽ നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും, കുറെ ഒന്നും റിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ റിഫൈൻ ചെയ്യാൻ പറ്റില്ലാത്തതിനെ നമ്മൾ അടുത്ത ടെക്നിക്ക് വഴി റിഫൈൻ ചെയ്യും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ചെയ്യണ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അവർ കൊടുക്കാത്തത് വെറുതെ ഒന്നും അല്ല, നിങ്ങൾ +1 ഇത് പഠിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവര് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത് ചെയ്യണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മള് ഒരു ഫ്ലാസ്ക്, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഇതുപോലെ എങ്ങനെ എടുക്കുക. ഇതുപോലെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുക. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അസംസ്കൃത ലോഹം, അസംസ്കൃത ലോഹം ക്രൂഡ് മെറ്റലിനെ നമ്മൾ ഇടുന്നത്. ക്രൂഡ് മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പൊ പ്ലസ് ഇമ്പ്യൂരിറ്റി അല്ലെ, പ്ലസ് ഇമ്പ്യൂരിറ്റി. ആക്ച്വലി ക്രൂഡ് മെറ്റൽ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇമ്പ്യൂരിറ്റി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ഉള്ള മെറ്റൽ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്ലസ് ഇമ്പ്യൂരിറ്റി എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയേക്കണമെന്നേ ഉള്ളൂ. ക്രൂഡ് മെറ്റൽ എന്ന് എഴുതിയാൽ മതി. ക്രൂഡ് മെറ്റൽ എന്ന് എഴുതിയാൽ തന്നെ എന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളണം. മനസ്സിലായോ? ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്രൂഡ് മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റും ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റും നമ്മൾ കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താണ്? ക്രൂഡ് മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റും ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എഴുതിയെടുക്കൊന്നും വേണ്ട കേട്ടോ, പറഞ്ഞു തരുന്നതാണ്. ഇത് എഴുതി വെക്കരുത് പരീക്ഷയ്ക്ക്, ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ക്രൂഡ് മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് ഒരു 70 ഡിഗ്രി, ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റ് ഒരു 150 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ക്രൂഡ് മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് ഒരു 70 ഡിഗ്രി ഉള്ളൂ, പക്ഷേ ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റ് ഒരു 150 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ, നമ്മൾ ഇതിനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേപ്പറായിട്ട് മാറുന്നത് ആരായിരിക്കും? ആദ്യം വേപ്പറായിട്ട് മാറുന്നത്? റഫിയ, ഇതിന്റെ അകത്ത് ആരായിരിക്കും ആദ്യം വേപ്പറായി മാറുന്നത് ചൂടാക്കി കഴിഞ്ഞാൽ? മെറ്റലാണോ? മെറ്റലായിരിക്കും. കാരണം എന്താ, മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാ. 70 ഡിഗ്രി എത്തുമ്പോൾ തന്നെ പുള്ളി അങ്ങ് വേപ്പറാവും. മറ്റേ പുള്ളിനെ 150 ഡിഗ്രി വരെ ചൂടാക്കിയാലാണ് പുള്ളി വേപ്പറായിട്ട് മാറുള്ളൂ. അപ്പോ അതായത് നമ്മൾ ചെറിയ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചൂടാക്കുവാണ് ഈ സാധനത്തിനെ. ചൂടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെറ്റൽ പതുക്കെ ഇങ്ങനെ വേപ്പറായിട്ട് മാറും. അങ്ങനെ വേപ്പറായിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് ട്യൂബ് ഈ കൂടെ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ആ ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്നിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചേക്കുവാണ്. ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഒരു കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആവി, അതായത് നമ്മുടെ സ്റ്റീം, നമ്മുടെ നീരാവി ഇല്ലേ, അതിനെ തണുപ്പിച്ച് വീണ്ടും ലിക്വിഡ് ആക്കി മാറ്റാനാണ് നമ്മൾ കണ്ടൻസർ വയ്ക്കുന്നത്. അതായത് വേപ്പർ സ്റ്റേറ്റിലുള്ള ഒരു സാധനത്തിനെ തണുപ്പിച്ച് വീണ്ടും ലിക്വിഡ് ആക്കി മാറ്റാനായിട്ടാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്? കണ്ടൻസർ വയ്ക്കുന്നത്. അപ്പൊ എന്തിനാണ് വയ്ക്കുന്നത്? കാരണം ഇവിടെ നിന്ന് ഈ മെറ്റൽ ഇങ്ങനെ ആവിയായിട്ടാണ് വരുന്നത് അല്ലേ, ഇങ്ങനെ വേപ്പർ ആയിട്ടാണ് വരുന്നത്. ആ വേപ്പർ ഇതികൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടൻസറിക്കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താവും? അത് ലിക്വിഡ് ആയിട്ട് മാറും. ആ ലിക്വിഡ് ഒഴുകി വന്ന് നമ്മളുടെ അവിടെ വീഴും, നമ്മളുടെ ഈ ബീക്കറിൽ വീഴും. അപ്പൊ നമുക്ക് ആ മെറ്റലിനെ നമുക്ക് അടുത്ത മറ്റേ ബീക്കറിൽ കിട്ടും. ഇമ്പ്യൂരിറ്റീസ് മൊത്തം ഇപ്പുറത്തെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ തന്നെ കിടക്കുകയും ചെയ്തോളൂ. കാരണം എന്താ? ഇമ്പ്യൂരിറ്റി വേപ്പറായിട്ട് മാറില്ല, കാരണം പുള്ളിയുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഇമ്പ്യൂരിറ്റീനെയും ക്രൂഡ് മെറ്റലിനെയും കൂടെ അങ്ങ് ചൂടാക്കി കഴിയുമ്പോൾ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ക്രൂഡ് മെറ്റൽ ആദ്യം തന്നെ വേപ്പറായിട്ട് അങ്ങ് മാറും. ആ വേപ്പർ നമ്മൾ കണ്ടൻസ് ചെയ്ത്, അതായത് ആ വേപ്പറിനെ തണുപ്പിച്ച് നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റും. അപ്പൊ നമുക്ക് മെറ്റല് വേറൊരു ബീക്കറിലേക്ക് കളക്ട് ചെയ്യാം. ഇമ്പ്യൂരിറ്റീസ് മൊത്തം നമ്മുടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ തന്നെ കിടന്നുള്ളൂ. കാരണം പുള്ളി വേപ്പറായിട്ട് മാറിയിട്ടില്ല, പുള്ളിയുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരുന്നു. ദിസ് ഈസ് കോൾഡ് ഡിസ്റ്റിലേഷൻ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പുസ്തകം എടുക്കുക, ഡിസ്റ്റിലേഷൻ അടയാളപ്പെടുത്തുക. മാളവിക വായിക്കൂ. റിഫൈനിങ് എന്നുള്ളത് മൊത്തം വായിക്കൂ. റിഫൈനിങ്. Refining. The metal extracted by any method is usually contaminated with some impurity. For obtaining metals of high purity, several techniques are used depending upon the differences in properties of the metal and the impurity. Some of them are listed below. A. Distillation. This is very useful for low boiling metals like zinc and mercury. The impure metal is evaporated to obtain the pure metal as distillate. ഞാൻ ഈ പറഞ്ഞ സാധനത്തിന് 2 സെന്റൻസിൽ അവർ ഒതുക്കിയേക്കുവാണ്. എന്തൊക്കെയാണ്? This is very useful for low boiling metals like zinc and mercury. അത് ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകൾ, ബോയിലിംഗ് പോയിന്റ് തീരെ കുറവുള്ള മെറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സിങ്കും മെർക്കുറി ഒക്കെ. അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ അത്തരം മെറ്റലിനെ കിട്ടാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ.
അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ മെറ്റലിനും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. എല്ലാ മെറ്റലിനും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് കൂടിയ മെറ്റലുകളുണ്ട്, അതിന് ഡിസ്റ്റിലേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദ ഇംപ്യൂർ മെറ്റൽ ഈസ് ഇവാപ്പറേറ്റഡ്. ഇംപ്യൂർ മെറ്റലിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യും ടു ഒബ്റ്റെയിൻ ദ പ്യൂർ മെറ്റൽ ആസ് ദ ഡിസ്റ്റിലേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ബീക്കറിൽ ഡിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന സാധനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? പ്യൂർ മെറ്റൽ കിട്ടും വേറൊരു ബീക്കറിൽ. അത്രേ ഉള്ളൂ. സോ ഇംപ്യൂർ മെറ്റലിനെ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റിലേറ്റ് ആയിട്ട് നമുക്ക് പ്യൂർ മെറ്റലിന് കിട്ടും. ഇതാണ് അവരെ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് രണ്ടാമതാണ് ലിക്വേഷൻ. എന്താണ് ലിക്വേഷൻ? എന്താണ് ലിക്വേഷൻ എന്ന് ഞാൻ പറയാൻ പോവാണ്. നമുക്ക് ലിക്വേഷനിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ ഒരു ചെരിഞ്ഞ പ്രതലം വേണം. എന്താണ് ചെരിഞ്ഞ പ്രതലം? ഒരു സ്ലോപ്പിംഗ് എർത്ത് എന്ന് പറയും നമ്മളതിനെ. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസും, ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസും, പിന്നെ താഴോട്ട് ഒരു ഇറക്കം പോലെ ഒരു ചെരിഞ്ഞ സർഫസും വേണം. ഇങ്ങനെ ഒരു സർഫസിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിക്വേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്നാ ചെയ്യണമെന്ന് നോക്കുക. ഇവിടെ ഞാൻ നമ്മുടെ ക്രൂഡ് മെറ്റൽ വെക്കുകയാണ്. ക്രൂഡ് മെറ്റൽ നമ്മൾ എവിടെ വെച്ചു? ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നമ്മുടെ ക്രൂഡ് മെറ്റലിനെ വെച്ചു. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇമ്പ്യൂരിറ്റിയും കൂടെ ഉള്ള മെറ്റൽ അതിനെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? താഴെന്ന് ചൂടാക്കി. എന്ത് ചെയ്തു? താഴെന്ന് ചൂടാക്കുകയാണ്. താഴേന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ക്രൂഡ് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റും ഇമ്പ്യൂരിറ്റീസിന്റെ മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ബോയിലിംഗ് പോയിന്റ് അല്ല, ഇവിടെ മെൽറ്റിംഗ് പോയിന്റിലാണ് വ്യത്യാസം. ക്രൂഡ് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റും ഇമ്പ്യൂരിറ്റിയുടെ മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ, മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒരു 30 ഡിഗ്രി, ഇമ്പ്യൂരിറ്റിയുടെ മെൽറ്റിംഗ് പോയിന്റ് ഒരു 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആദ്യം ഉരുകുന്നത് ആരായിരിക്കും? മെറ്റലായിരിക്കും. കാരണം എന്താ? മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് 30 അല്ലേ ഉള്ളൂ. അപ്പൊ 30 ഡിഗ്രി ചൂടാകുമ്പോഴത്തേക്കും തന്നെ മെറ്റൽ അങ്ങ് ഉരുകും. എന്നാൽ ഇമ്പ്യൂരിറ്റി ഉരുകുവോ? ഇല്ല. ഇമ്പ്യൂരിറ്റി ഉരുകണമെങ്കിൽ 80 ഡിഗ്രി വരെ എത്തണം. അപ്പൊ അവിടം വരെ നമ്മൾ എത്തിക്കുന്നില്ല, നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ 30 ഡിഗ്രി എത്തുമ്പോഴത്തേക്കും തന്നെ ഇവിടെ നിന്ന് ഈ മെറ്റൽ ഉരുകി ഒലിച്ച് താഴത്തോട്ട് ഇറങ്ങും. അത് നമ്മളൊരു ബീക്കറിൽ കളക്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ലിക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ആ മെറ്റൽ എന്ത് ചെയ്യും? ഉരുകിയിട്ട് ആ ഒലിച്ച് ആ ചെരിഞ്ഞ പ്രതലത്തിലൂടെ താഴത്തേക്ക് ഒഴുകി വന്നിട്ട് ഒരു ബീക്കറിലേക്ക് അങ്ങ് വീഴും. ഇത്രേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിക്വേഷൻ പ്രോസസ്. മനസ്സിലായോ? അപ്പൊ എന്താണ്? നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ്, ഒരു ചെരിഞ്ഞ പ്രതലവും വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രൂഡ് മെറ്റലിനെ നമ്മൾ ചൂടാക്കുന്നു. അപ്പൊ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റും ഇമ്പ്യൂരിറ്റിയുടെ മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ നല്ല കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പൊ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവും ഇമ്പ്യൂരിറ്റിക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മെറ്റൽ ആദ്യം അങ്ങ് ഉരുകും, എന്നിട്ട് അത് ഒലിച്ച് താഴത്തോട്ട് ഇറങ്ങും. ഇമ്പ്യൂരിറ്റി അവിടെ തന്നെ നിന്നോളും. സോ യു ക്യാൻ സെപ്പറേറ്റ് മെറ്റൽ ആൻഡ് ഇമ്പ്യൂരിറ്റി. ഇങ്ങനെ നമുക്ക് മെറ്റലിനെയും ഇമ്പ്യൂരിറ്റിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ലിക്വേഷൻ എന്ന് വിളിക്കുന്നത്. സംശയമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതാണ് ലിക്വേഷൻ. അപ്പൊ മാളവിക ഒന്ന് വായിക്കൂ, ലിക്വേഷൻ വായിക്കൂ. Liquation. In this method, a low melting metal like tin can be made to flow on a sloping surface. In this way, it is separated from higher melting impurities. ടിൻ പോലെയുള്ള മെറ്റലിന്റെ എക്സാമ്പിൾ കൂടെ പഠിക്കണം കേട്ടോ. ടിൻ മാത്രമൊന്നുമല്ല, ലെഡ്. ടിന്നും ലെഡും ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. വേണമെങ്കിൽ ലെഡ് എന്ന് കൂടെ എഴുതി വെച്ചോളൂ. ടിൻ ആൻഡ് ലെഡ് എന്ന് എഴുതി വെച്ചോളൂ. അപ്പൊ ഇൻ ദിസ് മെത്തേഡ് എ ലോ മെൽറ്റിംഗ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റലുകൾ. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിന്ന്, ലെഡ് പോലെയുള്ള മെറ്റലുകൾ ക്യാൻ ബി മെയ്ഡ് ടു ഫ്ലോ ഓൺ എ സ്ലോപ്പിംഗ് സർഫസ്. അതൊരു സ്ലോപ്പിംഗ് സർഫസിൽ കൂടി ഒഴുകുന്ന രീതിയിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇൻ ദിസ് വേ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹൈ മെൽറ്റിംഗ് ഇമ്പ്യൂരിറ്റി. മെൽറ്റിംഗ് പോയിന്റ് കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലിക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞു, ലിക്വേഷൻ കഴിഞ്ഞു. അടുത്ത പ്രോസസ്സാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. എന്താണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്? അതെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ടാങ്ക്. ഇതുപോലെ ഒരു ടാങ്ക് എടുക്കുക. അതുപോലെ ഒരു ടാങ്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് മെറ്റലിനെയാണോ റിഫൈൻ ചെയ്യേണ്ടത്, ഏത് മെറ്റലിനെയാണോ നിങ്ങൾക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത്,
ആ മെറ്റല് വളരെ പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള ആ മെറ്റലിനെ നമ്മൾ കാഥോഡ് ആയിട്ട് എടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്യുവർ മെറ്റൽ, ഇപ്പൊ കോപ്പർ ആണെങ്കിൽ നമ്മൾ പ്യുവർ കോപ്പർ ആണ് എന്തായിട്ട് എടുക്കുന്നത്? കാഥോഡ് ആയിട്ട് എടുക്കേണ്ടത്. കാഥോഡ് ഈസ് പ്യുവർ കോപ്പർ. പ്യുവർ കോപ്പർ നമ്മൾ എന്ത് ചെയ്യണം? കാഥോഡ് ആയിട്ട് എടുക്കുക. ഇനി ആനോഡായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആ ഇംപ്യൂർ മെറ്റലിനെ, ഏത് മെറ്റലിനെയാണോ? ഇംപ്യൂർ കോപ്പർ. ഇംപ്യൂർ കോപ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ആനോഡായിട്ട് എടുക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളുക. എനിക്കിപ്പോ കോപ്പറിനെ റിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക, കോപ്പറിനെ പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? കൊള്ളില്ലാത്ത കോപ്പർ, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ, ഇംപ്യൂരിറ്റീസ് അടങ്ങുന്ന കോപ്പറിനെ ഞാൻ ആനോഡായിട്ടും നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോപ്പറിനെ ഞാൻ എന്ത് ചെയ്യണം? കാഥോഡായിട്ടും എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കൂടെ വേണ്ടേ? ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിൽ ഇലക്ട്രോലൈറ്റും വേണമല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു സൊല്യൂഷൻ എടുക്കുവാണ്. ആ സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആയിരിക്കണം? ഈ കോപ്പറിന്റെ തന്നെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം. എന്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം? കോപ്പറിന്റെ തന്നെ സൊല്യൂഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ എവിടെ എടുക്കേണ്ടത്? ഈ പറയുന്ന ഈ ഭാഗത്ത് എടുക്കേണ്ടത്, ഈ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും നോക്കാം. ആനോഡിൽ എപ്പോഴും നടക്കുന്ന റിയാക്ഷൻ എന്താ? ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആനോഡിൽ ഏത് റിയാക്ഷൻ സലാഹുദ്ദീൻ നടക്കുന്നത്? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇംപ്യൂർ കോപ്പർ അല്ലേ? ഈ കോപ്പറിൽ നിന്ന് എന്ത് ചെയ്യും? കോപ്പർ ആർന്നു, ആ കോപ്പർ എന്തായിട്ട് മാറും? Cu2+ 2 ഇലക്ട്രോണും ആയിട്ട് മാറും. ഈ ഇംപ്യൂർ കോപ്പർ എന്ത് ചെയ്യും? Cu2+ 2 ഇലക്ട്രോണും ആയിട്ട് മാറും. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ Cu2+ എങ്ങോട്ടേക്ക് പോകും? ഈ Cu2+ ഈ സൊല്യൂഷനിലേക്ക് പോകും. കാരണം സൊല്യൂഷനിലും Cu2+ ഉണ്ട്. CuSO4 ആണ് സൊല്യൂഷൻ. സോ Cu2+ SO4 2- ഇങ്ങനെയാണ് സൊല്യൂഷൻ. അപ്പൊ ഈ ആനോഡിലുള്ള കോപ്പറിന്റെ എന്തായിട്ട് മാറും? Cu2+ 2 ഇലക്ട്രോണും ആയിട്ട് മാറും. എന്നിട്ട് ആ Cu2+ മൊത്തം എന്ത് ചെയ്യും? ഈ പറയുന്ന സൊല്യൂഷനിലേക്ക് വരും. മനസ്സിലായോ? സൊല്യൂഷനിലേക്ക് വരും. ഇനി ഇവർ ഈ ഇവിടുന്ന് വിട്ടുകൊടുത്തിരിക്കുന്ന ഈ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോണിനെയാണ് ആര് മേടിക്കുന്നത്? കാഥോഡ്. കാഥോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സൊല്യൂഷനിലുള്ള Cu2+, ഈ സൊല്യൂഷനിലുള്ള Cu2+ എന്ത് ചെയ്യും? സൊല്യൂഷനിലുള്ള Cu2+ ഈ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്തായിട്ട് മാറും? കോപ്പർ ആയിട്ട് മാറും. എന്നിട്ട് ആ കോപ്പർ മൊത്തം എങ്ങോട്ടേക്ക് അടിഞ്ഞുകൂടും? ഈ പറയുന്ന ഈ കാഥോഡിലേക്ക് അടിഞ്ഞുകൂടും. എന്ത് ചെയ്യും? കാഥോഡിലേക്ക് അടിഞ്ഞുകൂടും. അപ്പൊ 2 പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ഇംപ്യൂർ കോപ്പറിൽ നിന്നുള്ള കോപ്പർ മൊത്തം എന്തായിട്ട് മാറും? Cu2+ ആയിട്ട് മാറുന്നു. ആ Cu2+ മൊത്തം സൊല്യൂഷനിലേക്ക് വരുന്നു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി സൊല്യൂഷനിലുള്ള Cu2+ എന്ത് ചെയ്യും? സൊല്യൂഷനിലുള്ള Cu2+ മൊത്തം ഈ 2 ഇലക്ട്രോണിനെ മേടിച്ച് കോപ്പർ ആയിട്ട് ഇപ്പുറത്ത് ചെന്ന് ഈ കാഥോഡിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇംപ്യൂർ കോപ്പറിലുള്ള Cu2+ മാത്രമാണ് സൊല്യൂഷനിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ അതെന്തായിട്ട് മാറി? അതായത് അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇപ്പോഴും എവിടെ തന്നെ നിൽക്കുന്നുണ്ട്? ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് മൊത്തം ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. Cu2+ മാത്രമാണ് സൊല്യൂഷനിലേക്ക് വന്നോളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന കോപ്പർ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള കോപ്പർ ആയിരിക്കും. പ്യുവർ കോപ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പില് ഈ ഇംപ്യൂർ കോപ്പറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ Cu2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രോസസ്സ് ഇങ്ങനെ കുറെ നേരം നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആനോഡിന്റെ താഴെ, നമ്മുടെ ഈ ആനോഡ് ഉണ്ടല്ലോ, ഈ ആനോഡിന്റെ താഴെ അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് മൊത്തം വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. ഈ ആനോഡിന്റെ താഴെ അതിൻ്റെ അകത്ത്, കാരണം Cu2+ മൊത്തം സൊല്യൂഷനിലേക്ക് പോയല്ലോ, ഇനി അതിൻ്റെ അകത്ത് ബാക്കി ഇമ്പ്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ. ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആനോഡിന്റെ താഴെ വന്ന് അടിഞ്ഞുകൂടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് മഡ്. എന്താണ് വിളിക്കുന്നത്? ആനോഡ് മഡ്. ആനോഡ് മഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ഒന്നോടെ പറയാൻ ശ്രദ്ധിക്കുക. കോപ്പറിനെ റിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രോസസ്സ് ഉപയോഗിക്കാം? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാങ്ക് എടുക്കുക. ടാങ്കിൽ കോപ്പറിന്റെ തന്നെ ഒരു സൊല്യൂഷൻ എടുക്കുക, കോപ്പർ സൾഫേറ്റ്. ഇനി എന്ത് ചെയ്യണം? കാഥോഡായിട്ട് പ്യുവർ കോപ്പർ എടുക്കുക, ആനോഡായിട്ട് ഇംപ്യൂർ കോപ്പർ എടുക്കുക.
ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഇംപ്യൂർ കോപ്പറിൽ നിന്നുള്ള കോപ്പർ മൊത്തം Cu2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് എടുത്ത് ചാടും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആ 2 ഇലക്ട്രോണിനെ മൊത്തം എന്ത് ചെയ്യും? സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് ഈ 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് പ്യുവർ കോപ്പർ ആയിട്ട് ചെന്ന് ആ കാഥോഡിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിങ്ങനെ കുറെ നേരം നടന്നു കഴിയുമ്പോൾ ആനോഡിൽ പിന്നെ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് മൊത്തം ആനോഡിന്റെ താഴെ വന്ന് അടിഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ ആനോഡ് മട്ടെന്ന് വിളിക്കുന്നത്. ഇതാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ആർക്കെങ്കിലും? അപ്പം ആളുകൾ വായിച്ചോളൂ. നിർത്തി വായിക്കണം ഓരോ സെന്റൻസ്. Electrolytic refining. In this method, the impure metal is made to act as anode. A strip of the same metal in pure form is used as cathode. They are put. ഇംപ്യൂർ മെറ്റൽ ആനോഡും സ്ട്രിപ്പ് പ്യൂർ മെറ്റലിനെ കാഥോഡുമായിട്ട് എടുക്കുന്നു. They are put in a suitable electrolytic bath containing soluble salt of the same metal. ആ മെറ്റലിന്റെ തന്നെ ഒരു ഇലക്ട്രോലൈറ്റിക് ബാത്ത്. ഇലക്ട്രോലൈറ്റിക് ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ടാങ്കിൽ എടുത്തിരുന്ന ഇലക്ട്രോലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ എടുക്കുന്നു. The more basic metal remains in the solution. The more basic metal ഒന്നും പഠിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ 3 സെന്റൻസ് പഠിക്കുക. ആദ്യത്തെ 3 സെന്റൻസ്. In this method, the impure metal is made to act as anode. A strip of the same metal is in the pure form is used as a cathode. They are put in a suitable electrolytic bath containing soluble salt of the metal. ബാക്കി ജസ്റ്റ് വായിച്ചോ, പക്ഷെ ഇത്ര അടയാളപ്പെടുത്തിയാൽ മതി. വായിച്ചോളൂ. Copper is refined using an electrolytic method. ബാക്കി വായിച്ചോളാൻ ഞാനത് അടയാളപ്പെടുത്തണ്ടെന്നാ പറഞ്ഞത്. The more basic metal remains in the solution and the less basic ones go to the anode mud. This process is also explained using the concept of electrode potential. Over potential, the Gibbs energy which you have seen in previous sections. The reactions are. അതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് സാധനം പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ആ സെന്റൻസ് ഒന്നും പഠിക്കണ്ട. ആദ്യത്തെ 3 സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി. ഇനി റിയാക്ഷൻസ് പഠിക്കണം. റിയാക്ഷൻസ് എന്താ? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? മെറ്റല് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അതായത് M gives Mn++ N ഇലക്ട്രോൺ. എന്റെ എക്സാമ്പിൾ കോപ്പർ വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ജനറൽ റിയാക്ഷൻ ആണ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Mn+. ആ സൊല്യൂഷനിലുള്ള Mn+ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് മെറ്റലായിട്ട് മാറുന്നു. ഇനി കോപ്പറിന്റെ എക്സാമ്പിൾ വായിച്ചോളൂ മാളവിക. Copper is refined using an electrolytic method. Anodes are of impure copper and pure copper strips are taken as cathode. The electrolyte is acidified solution of copper sulfate and the net result of the electrolysis is the transfer of copper in pure form from anode to cathode. ആ പാരഗ്രാഫ് മൊത്തം പഠിക്കണം. ആ പാരഗ്രാഫ് മൊത്തം എഴുതാൻ പഠിക്കണം. അതിന്റെ താഴെയുള്ള റിയാക്ഷനും പഠിക്കണം. Anode. Cu gives Cu2. അതറിയാലോ, റിയാക്ഷൻ പറഞ്ഞു തന്നാണല്ലോ, അത് വായിക്കണ്ട. ഈ റിയാക്ഷൻ പഠിക്കണം. ഓക്കെ, ബാക്കി Impurities from the blister copper deposit as anode mud which contains impure copper എന്നുള്ള ഉദ്ദേശമാണ്. which contains antimony, selenium, tellurium, silver, gold, and platinum. Recovery of these elements may meet the cost of refining. Zinc may also be refined in this way. അതായത് impurities from the blister copper deposit as anode mud. ആനോഡ് മഡിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അവരാ പറഞ്ഞേക്കണത്. ചില്ലറ സാധനങ്ങളൊന്നും അല്ല അല്ലെ. എന്തൊക്കെയാ? ആന്റിമണി ഉണ്ട്, സെലീനിയം, ടെലൂറിയം, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അടക്കമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ആനോഡ് മഡിലുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനൊക്കെ റിഫൈൻ ചെയ്തെടുക്കാൻ നല്ല പാടായിരിക്കും. പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് ആനോഡ് മഡിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഈ മെറ്റലുകളുടെ പേരെഴുതണം. ഏതൊക്കെയാണ്? ആന്റിമണി, സെലീനിയം, ടെലൂറിയം, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഇത്രയും സാധനങ്ങളാണ് ആനോഡ് മഡിലുള്ളത്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഡൗട്ട്? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ആദ്യത്തെ 3 സെന്റൻസ്, അത് കഴിഞ്ഞിട്ടുള്ള ജനറൽ റിയാക്ഷൻ, ആനോഡ് കാഥോഡ് എന്നുള്ള ജനറൽ റിയാക്ഷൻ കണ്ടെത്തണം. അതിനുശേഷം കോപ്പർ ഈസ് റിഫൈൻഡ് യൂസിംഗ് തുടങ്ങുന്ന ആ പാരഗ്രാഫ് മൊത്തം, അതിന് ശേഷമുള്ള 2 റിയാക്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് മൊത്തം. ഇത്രയാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് പഠിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത റിഫൈനിങ് മെത്തേഡിലേക്ക് പോവാണ്. അടുത്തതാണ് സോൺ റിഫൈനിങ് മെത്തേഡ്. എന്താണ് സോൺ റിഫൈനിങ്? എങ്ങനെയാണ് സോൺ റിഫൈനിങ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. സോൺ റിഫൈനിങ് ചെയ്യാനായിട്ട് നമുക്കിപ്പോ 2ാമത്തെ സ്റ്റെപ്പിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് വഴി കിട്ടിയ ഒരു മെറ്റൽ ഉണ്ടല്ലോ,
ആ മെറ്റലിനെ നമ്മൾ, അതായത് നമ്മുടെ ക്രൂഡ് മെറ്റൽ, അസംസ്കൃത മെറ്റല്, ആ മെറ്റലിനെ നമ്മൾ ഇതുപോലെ ഒരു റോഡാക്കി മാറ്റും. എങ്ങനെ? ഇതുപോലെ ഒരു റോഡ് ഷേപ്പിലേക്ക് നമ്മൾ മെറ്റലിനെ മാറ്റും. ഇതിപ്പോ ഇമ്പ്യൂരിറ്റി ഉള്ള മെറ്റലാണ്, പ്യുവർ മെറ്റൽ അല്ല, ഇമ്പ്യൂർ മെറ്റലാണ് ഈ കൊടുത്തിരിക്കുന്നത്, ക്രൂഡ് മെറ്റൽ. ഈ മെറ്റലിന്റെ മേളിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു റോളർ ഫിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു റോളർ ഫിറ്റ് ചെയ്യും. ഇതുപോലെ മേളിലും താഴെയും നമ്മൾ ഓരോ റോളർ ഫിറ്റ് ചെയ്യും. ഈ റോളറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ റോളറിന് ആ മെറ്റലിനെ ചൂടാക്കാൻ സാധിക്കും. ഒരു ഹീറ്ററിന്റെ ഒരു റോൾ കൂടെ ചെയ്യും പുള്ളി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുളാനും സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ ഈ മെറ്റലിനെ ചൂടാക്കും. മെറ്റലിനെ പതുക്കെ ചൂടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ പുള്ളി ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് റോളറും എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ മെറ്റലിന്റെ മീതെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകും. അതിന്റെ ഒപ്പം തന്നെ മെറ്റൽ എന്താവും? മെറ്റല് ചൂടാവും. മെറ്റൽ ചൂടാവുമ്പോ എന്ത് സംഭവിക്കും? മെറ്റൽ ഉരുകും, അല്ലെ? ചൂടാവുമ്പോ മെറ്റൽ ഉരുകും. ഉരുകി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പ്യൂരിറ്റീസ് ആ മെൽറ്റില്, ആ ഉരുകിയ അവസ്ഥയിൽ തന്നെ കിടക്കും. എന്നാൽ മെറ്റല്, അതിൻ്റെ അകത്തുള്ള മെറ്റല് പെട്ടെന്ന് തന്നെ ക്രിസ്റ്റൽ ആയിട്ട് മാറും. ഇങ്ങനെയുള്ള മെറ്റലുകളെയാണ് നമ്മൾ സോൺ റിഫൈനിങ് വഴി റിഫൈൻ ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? നമ്മള് റോളർ ഇങ്ങനെ ഈ പറയുന്ന മെറ്റലിന്റെ മേളിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെറ്റൽ പതുക്കെ ഉരുക്കി തുടങ്ങും. മെറ്റൽ ഉരുകുമ്പോ ഇമ്പ്യൂരിറ്റി ഉരുകൂലോ, മെറ്റലും ഉരുകി ഇമ്പ്യൂരിറ്റി ഉരുകി. അപ്പൊ രണ്ടും ഇപ്പൊ ഉരുകിയ അവസ്ഥയിലാണ്. ഇമ്പ്യൂരിറ്റീസ് ഉരുകിയ അവസ്ഥയിൽ തന്നെ കിടക്കും. പക്ഷെ മെറ്റൽ വീണ്ടും പെട്ടെന്ന് തന്നെ മെറ്റലായിട്ട് മാറും. അത് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് റീക്രിസ്റ്റലൈസേഷൻ? ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്റ്റൽ ആയിട്ട് മാറും. മെറ്റൽ വേഗം തന്നെ എന്തായിട്ട് മാറും? ക്രിസ്റ്റൽ ആയിട്ട് മാറും. ഇമ്പ്യൂരിറ്റി പെട്ടെന്ന് ക്രിസ്റ്റൽ ആയിട്ട് വീണ്ടും ക്രിസ്റ്റൽ ആയിട്ട് സോളിഡ് ഫോമിലേക്ക് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇമ്പ്യൂരിറ്റി സോളിഡ് ആവില്ല, മെറ്റൽ പെട്ടെന്ന് തന്നെ സോളിഡ് ആയിട്ട് മാറും. അതായത് മെറ്റൽ ഉരുകുന്നു, ഇമ്പ്യൂരിറ്റി ഉരുകുന്നു. മെറ്റൽ പെട്ടെന്ന് തന്നെ വീണ്ടും സോളിഡ് ആയിട്ട് മാറുന്നു, എന്നാൽ ഇമ്പ്യൂരിറ്റി പെട്ടെന്ന് സോളിഡ് ആയിട്ട് മാറുന്നില്ല. ഇതാണ് പറഞ്ഞത്. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ ഈ റോളറിനെ ഈ സൈഡിൽ നിന്ന് ഏറ്റവും ഇങ്ങേ അറ്റത്തുനിന്നാണ് ഈ റോളർ പിടിപ്പിച്ചേക്കുന്നത്. ഏറ്റവും ഇങ്ങേ അറ്റത്തുനിന്ന് നമ്മൾ ചൂടാക്കി തുടങ്ങും. അപ്പൊ ചൂടാക്കി കഴിയുമ്പോൾ ആദ്യം ഈ ഭാഗം ഉരുകി തുടങ്ങും. ഏത് ഭാഗം? ആദ്യം ഈ ഭാഗം പതുക്കെ ഉരുകും. ഉരുകി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റലും ഉരുകും, ഇമ്പ്യൂരിറ്റി ഉരുകും. പക്ഷെ മെറ്റല് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ സോളിഡ് ആയിട്ട് മാറും. ഇമ്പ്യൂരിറ്റി ആ ഉരുകിയ അവസ്ഥയിൽ തന്നെ കിടക്കും. അപ്പോഴത്തേക്കും റോളർ ഞാൻ ഉരുട്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. റോളർ ഉരുട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്പ്യൂരിറ്റി, ആ ഉരുകിയ ഇമ്പ്യൂരിറ്റി ഉണ്ടല്ലോ, അതും ഈ റോളറിന്റെ കൂടെ ഇങ്ങോട്ട് വരും. റോളറിന്റെ കൂടെ ഇമ്പ്യൂരിറ്റിയും വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ ഒതുക്കി കൊണ്ടുവന്ന് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? ഈ റോഡിന്റെ മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും ഇമ്പ്യൂരിറ്റീസിനെ. ഇതിങ്ങനെ പല പ്രാവശ്യം ചെയ്യും. ആദ്യം റോളർ ഇവിടുന്ന് ഉരുട്ടി ഇവിടെ വരെ കൊണ്ടുവരും, പിന്നെ റോളർ ഇവിടുന്ന് ഉരുട്ടി ഇവിടെ കൊണ്ടുവരും, പിന്നെ റോളർ ഉരുട്ടി ഇവിടെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും നമ്മൾ എവിടെ കൊണ്ടുവന്ന് വയ്ക്കും? ഈ പറയുന്ന സോണിന്റെ, ഈ പറയുന്ന മെറ്റൽ സ്ട്രിപ്പിന്റെ ഒരറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് ഇതാണ് മുറിച്ചങ്ങോട്ട് ഇത്രയും ഭാഗങ്ങൾ മുറിച്ച് കളയും. ഇതിനെയാണ് സോൺ റിഫൈനിങ് എന്ന് പറയുന്നത്. അതിനെ അങ്ങ് മുറിച്ച് കളയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് എനിക്ക് ഒരു ശരിയായ ഒരു അനാലജി ആണോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയും. എനിക്കിപ്പോ ഇങ്ങനെ എന്റെ ഈ കൈ ഇങ്ങനെ വേദന എടുക്കുക വിചാരിക്കുക. കൈ വേദന എടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ തിരുമ്പും. ഇങ്ങനെ കൈയല്ല ഇങ്ങനെ തിരുമ്മി എന്ത് ചെയ്യും? ഇവിടെ ആർന്നോ വേദനയെങ്കിൽ ഞാൻ അങ്ങനെ തിരുമ്മി എന്ത് ചെയ്യാണ്? വേദന ഏകദേശം, അതായത് ഇവിടെ എത്തി കഴിയുമ്പോ ഞാൻ ഇവിടെ മറ്റു കൈന്ന് വെട്ടിപ്പോയി എന്ത് വിചാരിക്കുക. ഈ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതായത് സോൺ റിഫൈനിങ്ങില് ചെയ്യുന്ന എന്താണ്? നമുക്കൊരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്, അതുപോലെ ഒരു മെറ്റൽ റോഡുണ്ട്. ആ മെറ്റൽ റോഡിൽ എന്തുണ്ട്? ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹീറ്റർ വെച്ചിട്ട്, ഹീറ്ററിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഉരുളാൻ കഴിയുന്ന ഹീറ്ററാണ്. ഉരുളാൻ കഴിയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുട്ടാൻ കഴിയും അതിനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനത്തിന് പതൊക്കെ ചൂടാക്കി തുടങ്ങും. മെറ്റലിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പ്യൂരിറ്റീസും ഉരുകും, മെറ്റലും ഉരുകും. പക്ഷെ മെറ്റൽ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റൽ ആയിട്ട് മാറും. ഇമ്പ്യൂരിറ്റി ഈ റോളറിന്റെ കൂടെ തന്നെ ഇപ്പുറത്തോട്ട് മൂവ് ചെയ്യും. റോളർ ഇങ്ങനെ മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റി അതിന്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. അപ്പൊ തൊട്ടടുത്ത റോളർ ഇങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള മെറ്റൽ ഉരുകും, ഇമ്പ്യൂരിറ്റി ഉരുകും. മെറ്റൽ വേഗം ക്രിസ്റ്റലൈസ് ചെയ്യും, ഇമ്പ്യൂരിറ്റി വീണ്ടും എന്ത് ചെയ്യും? ഈ റോളറിന്റെ കൂടെ ഉരുകും. അങ്ങനെ ഈ റോളർ എന്ത് ചെയ്യും? ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം ഈ സ്ട്രിപ്പിന്റെ, ഈ റോഡിന്റെ ഒരറ്റത്ത് കൊണ്ടുവയ്ക്കും. ഇങ്ങനെ പലതവണ ചെയ്ത് ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം എന്ത് ചെയ്യും? ഈ റോളർ ഒരറ്റത്ത് കൊണ്ടുവച്ചിട്ട് അത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. ഇങ്ങനെയാണ് നമ്മള് സോൺ റിഫൈനിങ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ
അപ്പൊ ഇനി മാളവിക സോൺ റിഫൈനിങ് വായിച്ചോളൂ. Soon refining. This method is based on the principle that the impurities are more soluble in the metal than in the solid state of the metal. മെൽറ്റ്. Ayyo, sir. Melt. A mobile heater surrounding the rod of impure metal is fixed at its one end. The molten zone moves along with the heater, which is moved forward. As the heater moves forward, the pure metal crystallizes out of the melt left behind, and the impurities pass on into the adjacent new molten zone created by movement of heaters. The process is repeated several times, and the heater is moved in the same direction again and again. Impurities get concentrated at one end. This end is cut off. This method is very useful for producing semiconductors and other metals of very high purity. Example, germanium, silicon, boron, gallium, and indium. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ. അപ്പൊ സോൺ റിഫൈനിങ് എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചേ ഒന്നൂടെ. എല്ലാവരും ഒന്നിരുന്ന് വായിച്ചത്. ഉറങ്ങാനല്ലാട്ടോ പറഞ്ഞ, വായിക്കാനാണ്. വായിക്കുക. എന്നിട്ട് ഏതെങ്കിലും സെന്റൻസ് വായിച്ചിട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വായിച്ചാലേ മനസ്സിലാവുള്ളൂ. വായിച്ചിട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. അയച്ചോ? സംശയമൊന്നുമില്ല? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് മെത്തേഡ്, അടുത്തത് നമ്മുടെ റിഫൈനിങ്ങിന്റെ സെക്കൻഡ് ലാസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള വേപ്പർ ഫേസ് റിഫൈനിങ്ങിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഈസ് വേപ്പർ ഫേസ് റിഫൈനിങ്. എന്താണ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നുള്ളത്. എൻ്റെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. ഈ മെറ്റൽ എന്ത് മെറ്റലാണ്? ക്രൂഡ് മെറ്റലാണ്. എന്ത് മെറ്റലാണ്? ക്രൂഡ് മെറ്റൽ. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ഉള്ള മെറ്റല്. ഈ മെറ്റല് സാധാരണഗതിയിൽ വേപ്പർ ആയിട്ട് മാറില്ല. ചൂടാക്കി കഴിഞ്ഞാലേ, ഈ മെറ്റലിനെ ഞാൻ അങ്ങ് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റല് സാധാരണ രീതിയിൽ വേപ്പർ ആയിട്ട് മാറില്ലാത്തൊരു മെറ്റലാണ്. മാറണമെങ്കിൽ തന്നെ ഞാൻ കണ്ടമാനം ചൂടാക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഈ മെറ്റല് വേപ്പർ ആയിട്ട് മാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തേക്ക് ഒരു റിയേജന്റിനെ ആഡ് ചെയ്യും. എന്താഡ് ചെയ്യും? ഒരു റിയേജന്റിനെ ആഡ് ചെയ്യും. ഈ റിയേജന്റിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിയേജന്റ് ഈ ക്രൂഡ് മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പകരം ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഈ മെറ്റല് മാത്രമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും. പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ കയ്യിൽ ക്രൂഡ് മെറ്റൽ ഉണ്ട്. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ഉള്ള മെറ്റല്. മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ മെറ്റലിനെ ഞാൻ ചുമ്മാ ചൂടാക്കി കഴിഞ്ഞാൽ ആ മെറ്റൽ എന്താവില്ല? ആവിയായിട്ട് മാറില്ല, അതായത് വേപ്പർ ആയിട്ട് മാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ഒരു റിയേജന്റ് ആഡ് ചെയ്യും. ആ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ആ റിയേജന്റ് ആ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. ആ മെറ്റലായിട്ട് മാത്രം റിയാക്ട് ചെയ്തിട്ട് അത് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ കോമ്പൗണ്ട് എന്ത് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടാ? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടാണ്. എന്ത് കോമ്പൗണ്ടാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടിൽ നിന്ന് ഈ റിയേജന്റിനെ പിൻവലിക്കും. എന്ത് ചെയ്യും? ഈ റിയേജന്റിനെ ഞാൻ എന്ത് ചെയ്യും? മാറ്റിയെടുക്കും. അപ്പൊ നമുക്ക് എന്ത് മാത്രമായിട്ട് കിട്ടും? മെറ്റൽ മാത്രമായിട്ട് കിട്ടും. ഇതിനെയാണ് ഞാൻ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ആ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടിൽ നിന്ന് ആ റിയേജന്റിനെ ഞാൻ എന്ത് ചെയ്യും? പിൻവലിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് കിട്ടും, മെറ്റൽ കിട്ടും. ഇതാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഈ വേപ്പർ ഫേസ് റിഫൈനിങ്ങിന് 2 എക്സാമ്പിൾ ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. ആദ്യത്തേതാണ് മോൺസ് പ്രോസസ്. എന്താണ് മോൺസ് പ്രോസസ്? മോൺസ് പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോൺസ് പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന ക്രൂഡ് മെറ്റൽ ആരാണ്? നിക്കലാണ് ക്രൂഡ് മെറ്റൽ. നിക്കലാണ് ഇവിടുത്തെ ക്രൂഡ് മെറ്റൽ. ക്രൂഡ് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നിക്കലിന്റെ അകത്ത് ഇഷ്ടംപോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇഷ്ടംപോലെ ഇമ്പ്യൂരിറ്റി ഉള്ള ഒരു നിക്കലാണ് ഞാനിപ്പോ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ നിക്കലിലേക്ക് ഒരു റിയേജന്റ് ആഡ് ചെയ്യാണ്. അതാണ് കാർബൺ മോണോക്സൈഡ്. എന്താണ് ആഡ് ചെയ്തത്? കാർബൺ മോണോക്സൈഡ്. ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 4 എന്ന് കൊടുക്കുവാണ്. സോ 4 കാർബൺ മോണോക്സൈഡ്. ഈ 4 എന്നുള്ള നമ്പർ ഒന്നും പ്രസക്തമല്ല കേട്ടോ, നമ്മൾ ബാലൻസ് ചെയ്യാൻ എഴുതിയിരിക്കുന്നതാണ്. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സാധനത്തിനെ അങ്ങ് ചൂടാക്കി. സാധാരണഗതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നിക്കൽ എന്ത് ചെയ്യില്ല? പേപ്പറായിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഞാൻ കാർബൺ മോണോക്സൈഡ് ഒഴിച്ചിട്ട് ചൂടാക്കുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഞാൻ 330 തൊട്ട് 350 കെൽവിൻ ടെമ്പറേച്ചർ വരെ കൊടുത്ത് ചൂടാക്കി. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? എനിക്ക് വേറൊരു കോമ്പൗണ്ട് കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നിക്കലും കാർബൺ മോണോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് നിക്കൽ ടെട്രാ കാർബോണിൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി. നിക്കൽ ടെട്രാ കാർബോണിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ ആദ്യം എടുത്ത നിക്കല് ഇംപ്യൂർ നിക്കലാണ്. എന്താണ്? ഇംപ്യൂർ നിക്കലാണിത്. ഈ ഇംപ്യൂർ നിക്കലിലുള്ള നിക്കലുമായിട്ട് മാത്രമാണ് ആര് റിയാക്ട് ചെയ്തോളൂ? കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തോളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള നിക്കലിനെ മാത്രമാണ് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്ത് ഇപ്പൊ ഈ നിക്കൽ ടെട്രാ കാർബോണിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിക്കൽ ടെട്രാ കാർബോണിലിനെ നമ്മൾ ആദ്യം കൊടുത്തതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുക. ഒരു 450 തൊട്ട് 470 കെൽവിൻ ടെമ്പറേച്ചർ വരെ കൊടുക്കുമ്പോൾ ഈ നിക്കൽ ടെട്രാ കാർബോണിൽ എന്ത് ചെയ്യും? അത് ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും 4 കാർബൺ മോണോക്സൈഡുമായിട്ട് മാറും. അതായത് ഞാൻ ആ റിയേജന്റിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇവിടെ റിയേജന്റ് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ആ കാർബൺ മോണോക്സൈഡിനെ ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് മാറ്റി. എങ്ങനെയാണ്? കൂടുതൽ ചൂട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഡീകമ്പോസ് ചെയ്തു. ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന നിക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് നിക്കലാണ്? ഇറ്റ് ഈസ് പ്യുവർ നിക്കൽ. ആദ്യം എടുത്ത നിക്കൽ എങ്ങനത്തെ നിക്കലായിരുന്നു? ഇംപ്യൂർ നിക്കൽ. ഇംപ്യൂർ നിക്കലിലുള്ള നിക്കൽ മാത്രമായിട്ടേ കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പ്യുവർ നിക്കൽ കിട്ടും. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ കിടന്നോളൂ. ഈ ആദ്യം എടുത്തെടുത്ത് തന്നെ ഇമ്പ്യൂരിറ്റീസ്. ഇതിനെയാണ് നമ്മൾ മോൺസ് പ്രോസസ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളുക. എന്റെ കയ്യിൽ എന്തുണ്ട്? വളരെ ഇംപ്യൂർ ആയിട്ടുള്ള നിക്കലുണ്ട്. അത് നിക്കലും ഉണ്ട്, അതിൻ്റെ അകത്ത് കുറെ ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ഇതിൽ നിന്ന് നിക്കലിനെ മാത്രം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഇതാണ് എന്റെ പരിപാടി. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കി നോക്കി, നിക്കൽ എങ്ങാനും വേപ്പറൈസ് ചെയ്ത് മാറിയാലോ, പിന്നെ അപ്പൊ തന്നെ മാറ്റിയെടുക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നിക്കൽ എന്ത് ചെയ്താൽ വേപ്പറായിട്ട് മാറുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ചുമ്മാ ചൂടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കാർബൺ മോണോക്സൈഡ് ഒഴിച്ചിട്ട് ചൂടാക്കി. കാർബൺ മോണോക്സൈഡ് ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കാർബൺ മോണോക്സൈഡ് നമ്മളുടെ നിക്കല് മാത്രമായിട്ട് റിയാക്ട് ചെയ്തു. അതായത് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് നിക്കലിനെ മാത്രം പുള്ളി പിടിച്ചു വലിച്ചോണ്ട് പോയി. ഏത് സ്റ്റേറ്റിലേക്ക്? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ വേപ്പർ സ്റ്റേറ്റിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ആ പ്യുവർ ആയിട്ടുള്ള ഇതിന്റെ അകത്തുള്ള നിക്കലും ആ കാർബൺ മോണോക്സൈഡും കൂടെ വേപ്പർ സ്റ്റേറ്റ് നിക്കൽ ടെട്രാ കാർബോണിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പാത്രത്തിൽ തന്നെ കിടക്കുകയാണ്. നമ്മളുടെ നിക്കൽ ടെട്രാ കാർബോണിൽ ഇപ്പൊ മേളിൽ വേപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് നിക്കലിനെ വലിച്ചെടുത്താൽ മതി. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഞാൻ ഇച്ചിരി ഹീറ്റ് കൊടുക്കുമ്പോൾ ആ നിക്കൽ ടെട്രാ കാർബോണിൽ വീണ്ടും വിഘടിച്ച് ഫ്രഷ് നിക്കലായിട്ട് നോക്കും. ഇതാണ് മോൺസ് പ്രോസസ്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ മോൺസ് പ്രോസസ്? എനി ഡൗട്ട്? ഇല്ല. അങ്ങനെയാണെങ്കിൽ മാളവിക മോൺസ് പ്രോസസ് വായിക്കാം. മാളവികയല്ലേ ഇപ്പൊ ഇത്രയും നേരം വായിച്ചോണ്ടിരുന്നത്? അഫിമോള് വായിച്ചോളൂ. മോൺസ് പ്രോസസ് വായിക്കും. വേപ്പർ ഫേസ് റിഫൈനിങ് വായിക്കും. In this method, the metal is converted into its volatile compound, which is collected and decomposed to give pure metal. So, the two requirements are: the metal should form a volatile compound with an available reagent. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അതായത് നമ്മളൊരു റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ആ മെറ്റല് വേപ്പർ ഫേസിലേക്ക് മാറണം. അതാണ്. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ റിയേജന്റ് ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അത് വേപ്പർ ഫേസിലേക്ക് മാറുന്ന മെറ്റൽ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. The volatile compound should be easily decomposable so that the recovery is easy.
ഇനി അങ്ങനെ വേപ്പർ ഫേസിലേക്ക് മാറിയാൽ മാത്രം പോരാ, ആ വേപ്പർ ഫേസിൽ എത്തിയ സാധനത്തിനെ നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മെറ്റൽ പെട്ടെന്ന് തന്നെ റിയേജന്റുമായിട്ട് കൂടി ചേർന്ന് വേപ്പർ ഫേസിലേക്ക് പോകണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ വേപ്പർ ഫേസിൽ എത്തിയ സാധനം പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും മെറ്റൽ ആയിട്ട് മാറണം. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി ബാക്കി Following examples will illustrate this technique. Mond process for refining nickel. In this process, nickel is heated in a stream of carbon monoxide, forming a volatile complex named as nickel tetracarbonate. This complex is decomposed at a higher temperature to obtain pure metal. അത്രേ ഉള്ളൂ. അതാണ് ആ രണ്ട് സ്റ്റെപ്പും പഠിച്ചു വെക്കുക ആ ഇക്വേഷൻ. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ് ഫോർ റിഫൈനിങ് സിർക്കോണിയം ഓർ ടൈറ്റാനിയം. സിർക്കോണിയത്തിനെയും ടൈറ്റാനിയത്തിനെയും റിഫൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് വാൻ ആർക്കൽ. ഇത് സെയിം മെത്തേഡാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് മാത്രം മാറുന്നതേ ഉള്ളൂ. ഇവിടെ നിക്കലും കാർബൺ മോണോക്സൈഡും മാറുന്നിടത്ത് അടുത്തടുത്ത് സിർക്കോണിയവും അയഡിനും ആണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന. പിന്നെ വേണമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കി മോളെ, അപ്പൊ അവർക്ക് മനസ്സിലായിക്കോളുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ ആരെ കൊണ്ടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാം. Van Arkel method for refining zirconium or titanium. This method is very useful for removing all the oxygen and nitrogen present in the form of impurity in certain metals like zirconium and titanium. The crude metal is heated in an evacuated vessel with iodine. The metal iodide, being more covalent, volatilizes. Sir, a reaction? The metal iodide is decomposed on a tungsten filament, electrically heated to about 1800 Kelvin. The pure metal deposits on the filament. എന്നാ മനസ്സിലായേ? മുത്തസർ ഒന്ന് പറഞ്ഞ എന്നാ മനസ്സിലായെന്ന് കേക്കട്ടെ. അത് ഏത് മെറ്റലിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്? വിച്ച് മെറ്റൽ? അത് സിർക്കോണിയം ടൈറ്റാനിയം. ഒന്നെങ്കിൽ സിർക്കോണിയം അല്ലെങ്കിൽ ടൈറ്റാനിയം. ഇപ്പൊ സിർക്കോണിയം വെച്ചിട്ടാണല്ലോ ഇവര് പറഞ്ഞേക്കണം. അപ്പൊ സിർക്കോണിയത്തിന്റെ കേസ് പറഞ്ഞാൽ മതി. സിർക്കോണിയത്തിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഇമ്പ്യൂരിറ്റീസിനെയാണ് മാറ്റേണ്ടത്? ഓക്സിജനും നൈട്രജനും ഒക്കെ. ഓക്സിജനും നൈട്രജനും ആണ് സിർക്കോണിയത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ ഓക്സിജനിൽ നിന്നും നൈട്രജനിൽ നിന്നും സിർക്കോണിയത്തിനെ മാത്രമായിട്ട് മാറ്റിയെടുക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിന് ക്രൂഡ് മെറ്റൽ ഹീറ്റ് ചെയ്യും ഇവാക്വേറ്റഡ് വെസലിൽ വെച്ച്. ഇവാക്വേറ്റഡ് വെസൽ വെച്ച് ചുമ്മാ ഹീറ്റ് ചെയ്ത വേപ്പറായിട്ട് മാറില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മെറ്റലിനെ ഹീറ്റ് ചെയ്ത വേപ്പറായിട്ട് മാറില്ല. അപ്പോഴാണ് ഈ മെത്തേഡ് ചെയ്യണത്. ഒരു റിയേജന്റ് ഒഴിച്ചാണ് ഹീറ്റ് ചെയ്തത്. ഏത് റിയേജന്റ് ഒഴിച്ച്? അയോഡിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിർക്കോണിയത്തിന് ചുമ്മാ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിർക്കോണിയം പേപ്പറായിട്ട് മാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സിർക്കോണിയത്തിലേക്ക് അയഡിൻ ഒഴിച്ചിട്ട് ഹീറ്റ് ചെയ്തു. സിർക്കോണിയത്തിലേക്ക് അയഡിൻ ഒഴിച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അയഡിൻ ആരായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ? സിർക്കോണിയായിട്ട് മാത്രം. അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് അയഡിൻ റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആ പാത്രത്തിൽ തന്നെ കിടന്നോളും. അതിനകത്തുള്ള സിർക്കോണിയത്തിന് മാത്രം അയഡിൻ റിയാക്ട് ചെയ്തിട്ട് സിർക്കോണിയം അയഡൈഡ് ZrI4 എന്ന് പറഞ്ഞ സാധനമായിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ അവർ രണ്ടുപേരും വേപ്പർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സിർക്കോണിയം അയഡിനും കൂടെ വേപ്പർ സ്റ്റേറ്റിൽ ZrI4 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആയിട്ട് നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ആ കോമ്പൗണ്ടിനെ ഡീകമ്പോസ് ചെയ്താൽ മതി. അപ്പൊ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ചൂട് കൊടുക്കണം, ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ്, വളരെ ചൂട് കൂടിയ ടങ്സ്റ്റൺ ഫിലമെന്റിലേക്ക് നമ്മൾ ഈ ഗ്യാസിനെ അങ്ങോട്ട് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെന്റ് വെച്ചിട്ട് ഈ ഗ്യാസിനെ നമ്മൾ അതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? 1800 കെൽവിനാണ് ടങ്സ്റ്റൺ ഫിലമെന്റ്. അപ്പൊ എന്ത് ചെയ്യും? ആ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മേളിൽ വെച്ച് ഗ്യാസ് അങ്ങ് വിഘടിക്കും. ഗ്യാസ് വിഘടിച്ചിട്ട് അത് സിർക്കോണിയം അയഡിനായിട്ട് മാറും. അങ്ങനെ നമുക്ക് ആ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മേളിൽ തന്നെ സിർക്കോണിയത്തിനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടും. അത്രയേ ഉള്ളൂ. ഇതാണ് വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. രണ്ടാമത്തെ മെത്തേഡില് രണ്ടാമത്തെ സ്റ്റെപ്പിൽ സിർക്കോണിയം അയഡൈഡിനെ ZrI4 ഡീകമ്പോസ് ചെയ്ത് സിർക്കോണിയാക്കി മാറ്റി. അത് ടങ്സ്റ്റൺ ഫിലമെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും ഓർത്താൽ മതി. ഇതാണ് വാൻ ആർക്കൽ മെത്തേഡ്. അപ്പൊ മോൺസ് പ്രോസസ്സും വാൻ ആർക്കൽ മെത്തേഡും എല്ലാവർക്കും മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. അപ്പൊ നോക്കിക്കോളുക, എന്താണ് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറയാം. ശ്രദ്ധിച്ചോ. ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ ചെയ്യണത്, നിങ്ങൾ ബ്യൂററ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതുപോലെ ഇച്ചിരോടെ വാവട്ടം കൂടി ഒരു ബ്യൂററ്റ് പോലത്തെ ഒരു സാധനം എടുക്കും. ഇതിനെയാണ് നമ്മൾ കോളം എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? കോളം.
ഇതാണ് കോളം. ഒരു ഗ്ലാസ് ട്യൂബ് ആണ്, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളം. കോളം എന്നാണ് വിളിക്കുന്നത്. ഈ കോളത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യും. ഒരു അഡ്സോർബന്റ്, സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്നത് എന്താണ്? അഡ്സോർബന്റ്. അഡ്സോർബന്റ് എന്താ? നമ്മൾ 5th ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് അഡ്സോർബന്റ്? ഏതെങ്കിലും വസ്തുവിനെ അഡ്സോർബ് ചെയ്യാൻ കഴിവുള്ള ആള്, അയാളെയാണ് നമ്മൾ അഡ്സോർബന്റ് എന്ന് വിളിക്കുന്നത്. വസ്തുക്കളെ തന്റെ പ്രതലത്തിലേക്ക് അഡ്സോർബ് ചെയ്യാൻ കഴിവുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡ്സോർബന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കോളത്തിന്റെ ഉള്ളിൽ ഗ്ലാസ് കോളമാണ്, ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബാണ്. ഈ ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? അഡ്സോർബന്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് നമുക്ക് റിഫൈൻ ചെയ്യാനുള്ള മെറ്റല്, നമ്മുടെ ക്രൂഡ് മെറ്റൽ ഉണ്ടല്ലോ, ഈ ക്രൂഡ് മെറ്റലിനെ നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെന്റിൽ അലിയിപ്പിക്കും. എന്ത് ചെയ്യും? ക്രൂഡ് മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സോൾവെന്റിൽ അലിയിപ്പിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇമ്പ്യൂരിറ്റി അലിഞ്ഞിട്ടുണ്ടാവും. ഈ സോൾവെന്റിൽ അപ്പൊ എന്ത് ചെയ്യും? ക്രൂഡ് മെറ്റലും അലിയും, ഇമ്പ്യൂരിറ്റിയും അലിയും. രണ്ടുപേരും അപ്പൊ ആ സോൾവെന്റിൽ അലിഞ്ഞിരിക്കുമായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ബീക്കറിലെ ഈ സോൾവെന്റ് മൊത്തം എടുത്ത് ഈ ഗ്ലാസിന്റെ ഉള്ളിലൂടെ അങ്ങ് ഒഴിക്കും. ഈ സോൾവെന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മെറ്റലും ഇമ്പ്യൂരിറ്റി അടങ്ങുന്ന ഈ സോൾവെന്റ്, ആ സോൾവെന്റിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലൂടെ അങ്ങ് ഒഴിക്കും. എന്നിട്ട് നമ്മൾ താഴെ ഇതുപോലെ ഒരു ബീക്കർ അങ്ങ് വയ്ക്കും, ഒരു കളക്ടിങ് ബീക്കർ. അതിനെയാണ് നമ്മൾ കളക്ടിങ് ബീക്കർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നാ സംഭവിക്കണേന്ന് നോക്കുക. അപ്പൊ സംഭവിക്കുന്നത് ഇതാണ്, നമ്മളുടെ സോൾവെന്റ് പതുക്കെ ഇങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്യുമല്ലോ. ഈ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റലും ഇമ്പ്യൂരിറ്റി ഉള്ള സോൾവെന്റ്, അതിങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന അഡ്സോർബന്റ് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം വലിച്ചെടുക്കും. എന്ത് ചെയ്യും? ഈ പറയുന്ന ഇതിന്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം എന്ത് ചെയ്യും? ഈ പറയുന്ന അഡ്സോർബന്റ് വലിച്ചെടുക്കും. ചിലപ്പോൾ ക്രൂഡ് മെറ്റലിനെയും വലിച്ചെടുക്കും. എന്ത് ചെയ്യും? ക്രൂഡ് മെറ്റലിനെയും പുള്ളി വലിച്ചെടുക്കും. അപ്പൊ എന്തായിട്ട് മാറും? നമുക്ക് പല പല സോൺസ് ആയിട്ട് കിട്ടും. അത് കുറെ ഒക്കെ ഇമ്പ്യൂരിറ്റി, കുറെ ഇമ്പ്യൂരിറ്റീസിനെ ഇത്രയും ഭാഗത്ത് ഇവിടെ പറ്റി പിടിച്ചിരിക്കും, കുറെ ഇമ്പ്യൂരിറ്റി ഇത് ഇവിടെ പറ്റി പിടിച്ചിരിക്കും, കുറെ ഇമ്പ്യൂരിറ്റി ഇത് ഇവിടെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമ്മളുടെ മെറ്റല്, നമ്മുടെ ക്രൂഡ് മെറ്റൽ ചിലപ്പോൾ ഇവിടെ പറ്റി പിടിച്ചിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ പുറത്തോട്ട് എടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ സോൾവെന്റ് ആഡ് ചെയ്യുക. കൂടുതൽ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെറ്റലിനെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബീക്കറിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ബീക്കറിലേക്ക് ആ മെറ്റലിനെ മാത്രമായിട്ട് എടുക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്കൊരു കോളം ഉണ്ട്, ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ആ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ ഒരു അഡ്സോർബന്റ് കുത്തി നിറച്ചിട്ടുണ്ട്. അഡ്സോർബന്റ് നമ്മളിങ്ങനെ നിറച്ച് വെച്ചേക്കുവാണ്. വേറൊരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റിഫൈൻ ചെയ്യേണ്ട മെറ്റല്, ക്രൂഡ് മെറ്റൽ ഉണ്ടല്ലോ, ആ ക്രൂഡ് മെറ്റലിനെ ഏതെങ്കിലും ഒരു സോൾവെന്റിൽ അലിയിപ്പിച്ചെടുക്കും. അപ്പൊ സോൾവെന്റിൽ അലിയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മെറ്റലും അലിഞ്ഞിട്ടുണ്ടാവും, ഇമ്പ്യൂരിറ്റീസും ആ സോൾവെന്റിൽ അലിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സോൾവെന്റിനെ എടുത്തിട്ട് നമ്മൾ, അതായത് ഈ മെറ്റലും ഇമ്പ്യൂരിറ്റി അടങ്ങുന്ന സോൾവെന്റിനെ എടുത്ത് ഈ ഗ്ലാസ് ട്യൂബിന്റെ മേലേക്ക് ഒഴിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ സോൾവെന്റ് പതുക്കെ താഴത്തോട്ട് ഒലിച്ചിറങ്ങും. അങ്ങനെ താഴത്തോട്ട് ഒലിച്ചിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അഡ്സോർബന്റ്, ഇതിന്റെ അകത്ത് നിറച്ചു വെച്ചാൽ അഡ്സോർബന്റ് ഉണ്ടല്ലോ, അത് ഈ ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം വലിച്ചെടുക്കും. ചിലപ്പോൾ ഈ ക്രൂഡ് മെറ്റലിനെയും വലിച്ചെടുക്കും. അതങ്ങനെ പല ഏരിയയിലായിട്ടായിരിക്കും അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കുറെ ഏരിയയിൽ ഇമ്പ്യൂരിറ്റീസ് പറ്റിപ്പിടിച്ചിരിക്കും, വേറെ കുറെ ഏരിയയിൽ ക്രൂഡ് മെറ്റൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സോൾവെന്റ് അതിന്റെ മേലേക്ക് ഒഴിക്കുമ്പോൾ, പ്യുവർ സോൾവെന്റ്, നമ്മൾ ഈ മെറ്റലിനെ അലിയിപ്പിക്കാൻ എടുത്ത സോൾവെന്റ് ഉണ്ടല്ലോ, ആ സോൾവെന്റ് നമ്മൾ അതിന്റെ മേലേക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പറ്റിപ്പിടിച്ച മെറ്റൽ മൊത്തം താഴത്തോട്ട് ഇറങ്ങി വരും. അതിനെ നമ്മളൊരു ബീക്കറിൽ കളക്ട് ചെയ്യും. ഇതാണ് ക്രോമാറ്റോഗ്രാഫി. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള സാധനമാണ്, ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്. അപ്പൊ ഒന്ന് വായിക്കണോ? ആരാ? മുദ്ദസർ ഒന്ന് വായിച്ചേ, ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഒന്ന് വായിച്ചേ. Column chromatography is very useful for purification of the element which are available in a minute quantities, and the impurities are not very different in chemical properties from the element to be purified. ഏതപ്പോ വായിക്കണേ? ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് തന്നെയാണോ വായിക്കണേ? എന്നാ അത് എന്തോ ഒരു എഡിഷൻ മാറ്റിയപ്പോ അത് എന്തോ സെന്റൻസുകൾക്ക് മാറ്റം വന്നിട്ട് എന്റെ കയ്യിൽ പഴയ ടെക്സ്റ്റ് ആയിരിക്കുന്നത്. വായിച്ചോ, ഞാൻ കേട്ടോളാം. വായിച്ചോ, നിർത്തി വായിക്കണം. അപ്പോ column chromatography is very useful for purification of the elements which are available in minute quantities. Minute quantities.
and the impurities are not very different in chemical ഒരു properties. കാര്യം, എന്റെ കയ്യിൽ ഇപ്പൊ മുദ്ദസർ വായിക്കണ സാധനം ഇല്ല. അപ്പൊ ഞാൻ മുദ്ദസർ വായിക്കണ കേട്ടിട്ടാണ് മനസ്സിലാക്കണത്. സാർ ഇപ്പൊ വായിക്കണ അപ്പുറത്തെ പേജിലുണ്ട് സാർ, അതിന്റെ അപ്പുറത്തെ പേജിലുണ്ട്, അപ്പുറത്തെ പേജില്, അതിന്റെ തൊട്ടപ്പുറത്തെ പേജില് 166 ആ മോളില് കിടക്കണ. എനിക്ക് 166 ഒന്നും അല്ല ഐഷന്റെ, 160ാമത്തെ പേജിലാണ്. ഇത് പഴയ ടെക്സ്റ്റാ. സാറിന്റെ ദിസ് മെത്തേഡ് എന്നും പറഞ്ഞാണ് തുടങ്ങണേ. അതെ അതെ, ദിസ് മെത്തേഡ് ആ അത് ഇപ്പുറത്തെ പേജിലുണ്ട്. ആ ഇല്ലല്ലോ, എവിടെയായിട്ട്? എന്റെ ബുക്കില് 165 ലാസ്റ്റ് പോർഷൻ ആയിട്ട് തന്നെ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡിന്റെ തൊട്ടടിയില്. ഇല്ല, എന്റെ ഒന്നുമില്ല. ഐഷേടനേക്കാളും പഴയ ബുക്കായിരിക്കും എന്റെ ശരിക്കും. വായിച്ചോ, സമയം എട്ടാമത്തെ ലൈനിലുണ്ട്. 8ാമത്തെ ലൈനോ? എങ്ങോട്ടെ? 1, 2, നിങ്ങളെല്ലാരും പരിചോണ്ടിരിക്കും. ഇതിന്റെ അത്തങ്ങൊന്നുമില്ലെന്നേ. മുദ്ദസർ വായിച്ച സാധനം ഒന്നും ഇതിന്റെ അകത്തില്ല. മുദ്ദസർ വായിച്ചോ? ഞാൻ കേൾക്കുന്നില്ലല്ലോ, എനിക്ക് കേട്ടാ മനസ്സിലാവും. മുദ്ദസർ ഇങ്ങനെ എന്തോ അങ്ങനെ ഉറക്കം തൂങ്ങി വായിക്കണമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ക്ലിയർ ആയിട്ട് വായിക്കൂ. സാർ ഞാൻ PDF ഒക്കെ വായിക്കണം. അപ്പൊ ഇതിനകത്ത് തുടക്കം യു ഹാവ് ലേൺഡ് അബൌട്ട് ക്രോമാറ്റിക് ഗ്രാഫിക് ടെക്നിക് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ക്ലാസ് 11 എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് തന്നെയാണ്. ആയിക്കോട്ടെ, ക്ലാസ് 11 പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ മുതലേ വന്നിട്ടുള്ളൂ, അതന്നെ വായിച്ചത്. വായിച്ചോ, ഞാൻ വായിക്കണ കേൾക്കുവാണ്. വീണ്ടും ആദ്യം മുതൽ വായിക്കണോ? ഇതുപോലെ വായിക്കണം. Column chromatography is very useful for purification of the elements which are available in minute quantities, and the impurities are not very different in chemical properties from the elements to be purified. അതാ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട മെറ്റലിന്റെയും അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റിയുടെയും പ്രോപ്പർട്ടീസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇമ്പ്യൂരിറ്റിയുടെയും മെറ്റലിന്റെയും പ്രോപ്പർട്ടീസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലും മെത്തേഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റും മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റും കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഇമ്പ്യൂരിറ്റിയുടെ മെൽറ്റിംഗ് പോയിന്റും മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ലിക്വേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് മെറ്റലിന്റെ പ്രോപ്പർട്ടിയും ഇമ്പ്യൂരിറ്റിയുടെ പ്രോപ്പർട്ടി ഏകദേശം ഒരുപോലെ വരുന്ന കേസിലാണ് നമ്മൾ ക്രോമാറ്റോഗ്രാഫി വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? മെറ്റലിന്റെ പ്രോപ്പർട്ടീസും ഇമ്പ്യൂരിറ്റീസിന്റെ പ്രോപ്പർട്ടീസും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ലെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കി സാർ എന്റെ ഇത്ര കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞോ? അത്ര ഉള്ളോ? എന്റെ ഇത്ര കൊടുത്തിട്ടുള്ളൂ PDF-ല്. ഞാൻ ഇത്ര വലിച്ചു വാരി പറഞ്ഞത്. അത് ശരി. എന്റെ പുസ്തകത്തിൽ ഒരു ലോഡ് ഉണ്ടല്ലോ. നിങ്ങളുടെ അഫിമോക്കടെ പുസ്തകത്തിൽ എന്തെങ്കിലും ഉണ്ട്? പിന്നെ അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷനല്ലേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ വർഷം നിങ്ങൾക്ക് അപ്പൊ എത്രയൊക്കെ പഠിക്കാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ വളരെ അധികമാണെന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായല്ലോ ഈ സാധനം. അപ്പൊ ജസ്റ്റ് ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ക്രോമാറ്റോഗ്രാഫി എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് പോകാനില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കണം അത്രയും പഠിച്ചാൽ മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ ബുക്കിലേക്ക് എഴുതി വെച്ചോ. ക്രോമാറ്റോഗ്രാഫി ജസ്റ്റ് കുറച്ചുകൂടെ പോയിന്റ് വേണം എന്നുള്ളവർക്ക് എഴുതാം, നിർബന്ധമൊന്നുമില്ല. ക്രോമാറ്റോഗ്രാഫി എന്ന് എഴുതുക എല്ലാവരും. എന്നിട്ട് ഞാൻ പറയുന്ന പോയിന്റ് എഴുതി വെച്ചോ. This method is based on വേണ്ടിയുള്ളവർ എഴുതിയാൽ മതി കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. This method is based on the principle that different components of the mixture are differently absorbed
differently adsorbed towards the adsorbent. Towards the adsorbent. Full stop. The crude metal is put in a liquid or gaseous form. Put in a liquid or gaseous form. That solvent will dissolve ചെയ്തെടുക്കുന്ന സാധനം ആണ് ഉദ്ദേശിക്കുന്നത്. Liquid or gaseous form. Put in a liquid or gaseous form, which is moved through the adsorbent column. Full stop. Different components are adsorbed at different regions of the column. Full stop. Then they are removed using a suitable solvent. This process is called elution. This process is called elution. അതായത് അവസാനം ഞാൻ പറഞ്ഞില്ലേ, ആ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന കോളത്തിൽ നിന്ന് മെറ്റലിനെ ഊരിയെടുക്കുന്നതിനെയാണ് നമ്മൾ എലിയൂഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തഡ് ഈസ് കോൾഡ് എലിയൂഷൻ. ഇനി പലതരത്തിലുള്ള ക്രോമാറ്റോഗ്രാഫി മെത്തഡിന്റെ പേര് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളുക. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. There are different types of chromatographic techniques. എന്നിട്ട് A, B, C എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. താഴെ A എന്ന് എഴുതിയിട്ട് എഴുതുക കോളം ക്രോമാറ്റോഗ്രാഫി. B എന്ന് എഴുതിയിട്ട് എഴുതുക പേപ്പർ ക്രോമാറ്റോഗ്രാഫി. C എന്ന് എഴുതിയിട്ട് എഴുതുക തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. D എന്ന് എഴുതിയിട്ട് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ്. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്രോമാറ്റോഗ്രാഫി ജസ്റ്റ് ഒന്ന് വായിക്കൂ. സാർ മൂന്നാമത്തെ നടന്നു കേട്ടില്ല. മൂന്നാമത്തത് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. ക്രോമാറ്റോഗ്രാഫി വായിച്ചു നോക്കി എല്ലാവരും. അപ്പൊ ബാക്കി നാളെ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir.